അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ, പണിക്ക് പോയിരിക്കുന്ന അപ്പൻ രാത്രി ഭക്ഷണത്തിലുള്ള വകയും കൊണ്ടുവരുമെന്ന് വിചാരിച്ചുകൊണ്ട് അമ്മയും മക്കളും കാത്തിരിക്കണ പോലെ ജീവിതത്തിൻ്റെ ഓരോ വിഷയങ്ങളിൽ ഘടകങ്ങളിലേക്ക് കടന്നു പോകാൻ വേണ്ടി ഈ പ്രാർത്ഥനയും കാത്തിരിക്കുന്ന അനേക ആയിരങ്ങളുണ്ട് ഈശോയെ, ലോകം മുഴുവനും. ആ മക്കളെല്ലാം ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. ഓർത്തുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയ്ക്ക് മക്കളെ നിങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവ്, ഇന്ന് ആശുപത്രിയിൽ പോകുന്നവരുണ്ട് ഈശോയെ, ഇന്ന് ഓപ്പറേഷന് ഡേറ്റ് ഇട്ടിട്ടുള്ളവരുണ്ട് ഈശോ, അവരെ ഞാൻ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. കർത്താവ് അവരെ സന്ധിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യട്ടെ.
ഇന്ന് സ്കാനിങ്ങിന് പോകുന്നവരുണ്ട്, ഇന്ന് ടെസ്റ്റിന് രക്തവും മറ്റു കാര്യങ്ങളും ടെസ്റ്റിന് കൊടുത്ത് റിസൾട്ടിന് പോകുന്നവരുണ്ട്. കർത്താവ് അവർക്കെല്ലാം അനുകൂലമായ റിസൾട്ട് കിട്ടാൻ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. ഇന്ന് പ്രസവം നിശ്ചയിച്ചിരിക്കുന്നവരുണ്ട്, അത് ഓപ്പറേഷൻ ആകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്, ചിലർ ഓപ്പറേഷൻ ആകണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. കർത്താവേ, എന്താർക്കും ഓരോരുത്തരും അനുയോജ്യമായതും അവർക്ക് സന്തോഷം തോന്നണമെന്നുമായ കാര്യങ്ങൾ ചെയ്യാൻ നീ അവരെ അനുഗ്രഹിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ നിൻ്റെ എല്ലാ ജീവിത തടസ്സങ്ങളെയും നീ ആഴ്ച നേരിടാൻ പോകുന്ന മുഴുവൻ ദോഷങ്ങളെ ഈശോ നാമത്തെ ബന്ധിക്കും. പിതാപുത്രനും പരിശുദ്ധാത്മാശ്വര നീക്കുവാണ്. വിശ്വാസ വളർച്ചയുടെ സുവിശേഷ പരിസരങ്ങൾ ഈ കഴിഞ്ഞ 5 ദിവസങ്ങൾ നമ്മൾ കാണുകയായിരുന്നു. ഇന്ന് 6-ാം ദിവസമാണ്. ഇന്ന് നമ്മൾ ഇന്നലെ വായിച്ച ബാക്കി ഭാഗങ്ങൾ വായിക്കുകയാണ്. സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും. സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും, അതായത് വിശ്വാസത്തെ സുഹൃതം കൊണ്ടും, സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും, ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും. ജ്ഞാനം വർദ്ധിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ആധ്യാത്മികമായ അഹങ്കാരം വരാൻ സാധ്യതയുണ്ട്. ജ്ഞാനം വർദ്ധിക്കുന്നത് എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ഇപ്പം നമ്മൾ അറിഞ്ഞാൽ, ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് അറിഞ്ഞാൽ പെട്ടെന്ന് അറിവ് അഹങ്കാരമാണ് ജനിപ്പിക്കുന്നത്. 1 കൊരിന്ത്യർ 8:1 അറിവ് അഹന്ത ജനിപ്പിക്കുന്നു. അറിവ് അഹന്ത ജനിപ്പിക്കുന്നു. സ്നേഹമോ ആത്മീയോത്കർഷം വരുത്തുന്നു. അപ്പൊ ഈ അറിവിന്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് ഇത് അഹന്ത ഉണ്ടാക്കും. എന്നുവെച്ചാൽ നമ്മൾ എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ പഠിച്ചിട്ടില്ലെന്ന് പറയും, അവർക്ക് അറിവില്ലെന്ന് പറയും, അഹന്ത ഉണ്ടാക്കും. പട്ടാളക്കാരില്ലേ, വെടിവെപ്പ് പഠിച്ചു കഴിഞ്ഞ് ഞാൻ ഉടനെ മറ്റുള്ളവരെ സിവിലിയൻ എന്നേ വിളിക്കത്തുള്ളൂ. സിവിലിയൻ. ഈ സിവിലിയൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഇവർ പട്ടാളത്തിൽ ചേർന്നിരിക്കണമെന്നാണ് പറയണത്. അപ്പം എന്തെങ്കിലും തരത്തിൽ പ്രൊഫഷണലായിട്ട് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് അഹന്ത ഉണ്ടാകും. എനിക്ക് തന്നെ സെമിനാരി പഠിക്കുന്ന കാലത്ത് കുറേ നുണകളൊക്കെ വലിയ ശാസ്ത്രീയ കണ്ടുപിടുത്തം പോലെയൊക്കെ ചിലവരൊക്കെ തട്ടിവിടാൻ ഞാൻ കേട്ടിട്ടുണ്ട്. ചെങ്കടല പിളർത്തി എന്ന് പറഞ്ഞാൽ അവർ ചെങ്കടല പിളർത്തിയൊന്നും അല്ലത്, അത് വേലിയിറക്ക സമയമായിരുന്നു. അപ്പോഴാണ് മോസസ് കൂട്ടരും ആ വേലിയിറക്ക സമയത്താണ് ചെങ്കടല കടന്നു പോയത്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇവർ പറയും. കർത്താവ് 5000 തീറ്റി പോയിട്ടെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് അപ്പം വർദ്ധിപ്പിച്ചില്ല, മറിച്ച് പെസഹക്കാലമായിരുന്നു. അതിൽ ജെറുസലേമിലേക്ക് പോയ ആൾക്കാരുടെ ഇടയിലെല്ലാം അപ്പം ഉണ്ടായിരുന്നു, അവരോട് പങ്കുവെക്കാനാണ് ഈശോ പറഞ്ഞതെന്ന് വിമോചന ദൈവശാസ്ത്രജ്ഞന്മാർ പറയും. ഇങ്ങനെ പുതിയ പുതിയ നോളജുകൾ വരുമ്പോൾ ഇത് കേൾക്കണവർക്കില്ല, എന്നാൽ പുതിയ കാര്യം കേട്ടപ്പോൾ അഹന്ത ഉണ്ടാവുമായിരുന്നു. അപ്പോൾ എനിക്കുണ്ടായിരുന്ന ചെറിയ അഹന്തയൊക്കെ, പക്ഷെ ഞാനൊരു കണക്കിന് രക്ഷപ്പെട്ടത്. അതായത് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി ഇത് സാത്താൻ സഭയിൽ പ്രവർത്തിച്ചിരിക്കുന്നതിൻ്റെ പിണിയാളുകളായിട്ട് ഇറക്കിയിരിക്കുന്ന ആൾക്കാരാണെന്ന് മനസ്സിലായി. സുവിശേഷത്തിൻ്റെ ശക്തി ചോർത്തിക്കളയുന്ന എല്ലാ റാഷണലൈസേഷനും യൂറോപ്യൻ സഭ എവിടെയാണ് കൊണ്ട് ആക്കിയത് അവിടെ നമ്മളെയും കൊണ്ടേ ആക്കും. വേറെ ചരിത്രമൊന്നും പറയേണ്ട കാര്യമില്ല, ചരിത്രമൊന്നും പറയേണ്ട കാര്യമില്ല. എല്ലാ കാര്യങ്ങളിലും ഈ റാഷണലൈസേഷൻ സഭയിൽ വന്നതിന് ശേഷം ദൈവിക പദ്ധതികളുടെ കഴുത്തിനാണ് അത് കത്തിവെച്ചത്. അറിഞ്ഞില്ല. കർത്താവിൻ്റെ അത്ഭുതങ്ങളെ നമ്മളിന്ന് എല്ലാ ദിവസവും കാണുന്ന ഒരു സ്ഥലമാണ് കൃപാസനം. പക്ഷെ അത് എന്തുകൊണ്ടാണ് അത്ഭുതങ്ങളായിട്ട് ജനങ്ങൾ ഇന്നും ആശ്വാസം പ്രാപിക്കുന്നത്? ഞാനെന്നൊരു വിശ്വാസി അവിടെ ഈ അത്ഭുതങ്ങളെ അംഗീകരിക്കുന്നത് കൊണ്ടാണ്. എൻ്റെ സ്ഥാനത്ത് വേറെ ആൾ വന്ന് ബുദ്ധിപരമായിട്ടാണ് വിഷയം കാണുന്നതെന്നുണ്ടെങ്കിൽ കർത്താവ് ചാപ്റ്റർ ക്ലോസ് ചെയ്ത് അയാളെയും ക്ലോസ് ചെയ്യും, പ്രസ്ഥാനം ക്ലോസ് ചെയ്യും. ഒരു സംശയമില്ല കാര്യത്തിൽ. കാര്യം ദൈവികമായ പദ്ധതികളെ എളിമയോടെ അംഗീകരിക്കണം. വിശ്വാസം നമുക്ക് നൽകേണ്ടത് എളിമയും ദൈവിക പദ്ധതികളോടുള്ള ഒരു സമർപ്പണവുമാണ് ശരിക്കും വരണത്. അങ്ങനെ അതല്ലേ അമ്മ പ്രത്യക്ഷപ്പെടാൻ കാരണം. അല്ലെങ്കിൽ എന്തുകൊണ്ട് അമ്മ പ്രത്യക്ഷപ്പെട്ടു? ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെ, ദൈവികമായ ഇടപെടലുകളെയും അതേ ഒരു ഭവ്യതയോടെ കൃത്യതയോടെ ഏറ്റെടുക്കും. അതിന് ഞാനൊരിക്കലും യുക്തി കൊണ്ടുവന്ന് അതിൻ്റെ അകത്ത് കയറ്റി ദൈവത്തിന്
യുക്തിയുടെ ഉപകരണമാക്കത്തില്ല ഒരിക്കലും. നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം ആ വിഷയത്തിൽ. കർത്താവ് ഇന്നും വിടുതൽ നൽകുന്നതിന് അത്ഭുതം പ്രവർത്തിക്കണം. അല്ലാതെ ഒരു കാലത്ത് കർത്താവ് അത്ഭുതം ചെയ്തിരുന്നു, ഇന്ന് ചെയ്തില്ലെന്ന് പറയണത് എന്തൊരു നോൺസെൻസാണ്. ഒരു കാലത്ത് അത്ഭുതം ചെയ്തിരുന്ന കർത്താവ് ഇന്ന് ചെയ്യുന്നില്ലെന്ന് പറയുന്ന കുറേ ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഇന്ന് ചെയ്യാഞ്ഞിട്ടല്ല, ഇന്ന് ചെയ്തിട്ട് കാര്യമില്ലാത്ത അണ്ണന്മാരുടെ എണ്ണം കൂടി. അവിടെയാണ് വിഷയം വേണ്ടത്. അതായത് സിമ്പിളായിട്ട് വിശ്വസിച്ച് ആത്മാർത്ഥമായിട്ട് ദൈവിക വഴികളെ കണ്ടുപിടിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് പോയി. ആര് കളഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ശാസ്ത്രീയ ആവശ്യമില്ലാത്ത സ്ഥലത്ത് ശാസ്ത്രം കുത്തിക്കയറ്റി സഭാപരമായ കാര്യങ്ങൾ ശാസ്ത്രീയമായി പഠിപ്പിക്കാൻ വേണ്ടി ഉള്ള ശ്രമങ്ങൾ നടത്തി വന്നപ്പോൾ എന്നാ പറ്റി? പാക്കപ്പലിനുള്ള കാറ്റും കൊണ്ട് ദൈവത്തിൻ്റെ വഴിക്ക് പോയി. അതല്ലേ സംഭവിക്കുന്നത്. അപ്പം വിശ്വാസത്തെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അറിവ് അഹന്ത ജനിപ്പിക്കും. അപ്പം നിനക്കൊരു അഹന്തയുണ്ടെങ്കിൽ നീ അവിശ്വാസിയാണെന്ന് ഓർക്കണം. അമ്മ മാതാവിനും ഒരുപാട് നന്ദി. എന്നെ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് പ്രിൻസി, ഇതെൻ്റെ ജീവിത പങ്കാളി ബെന്നി. ഞങ്ങൾ വരുന്നത് മലപ്പുറം ജില്ല കൽക്കുണ്ട് സെൻറ്റ് മേഴ്സ് ഇടവകയിൽ നിന്നാണ്. ഞാനിവിടെ സാക്ഷ്യം പറയാനുള്ളത്, ഞാൻ 2020 ഉടമ്പടി എടുത്തതാണ്. പക്ഷേ കോവിഡ് ആയ പിന്നെ അതിന് ശേഷം ഉടമ്പടിയായിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കെ 2023 എൻ്റെ ജീവിത പങ്കാളിയും മകളും ഇവിടെ വന്നു ഉടമ്പടി എടുത്തു. അങ്ങനെ പ്രാർത്ഥിച്ചു, ഞാനും ആ കൂട്ടത്തിൽ തന്നെ പ്രാർത്ഥിച്ചു പോയി. പക്ഷെ ഞാൻ ഉടമ്പടി പുതുക്കിയത് 2024, ഞാൻ ഡേറ്റ് ഓർക്കുന്നില്ല, വന്നു ഞാൻ ഉടമ്പടി പുതുക്കിയത്. അങ്ങനെ ഉടമ്പടി പുതുക്കി ഞങ്ങൾ മുന്നോട്ട് പോകുന്ന ജീവിതത്തിൽ ഞങ്ങൾക്കൊരു വലിയ പ്രതിസന്ധി ഉണ്ടായി. ഞങ്ങളുടെ കാർഷിക ലോണായിട്ട് ഞങ്ങൾ ഒരു 6 ലക്ഷം രൂപ എടുത്തിരുന്നു. പക്ഷേ പിന്നെ വന്ന കോവിഡും വെള്ളപ്പൊക്കവും കാരണം ഞങ്ങൾക്കത് അടയ്ക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് കൊച്ചിൻ്റെ പഠനവും, അവൾ ജർമ്മനിക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിപ്പോഴും പ്രാർത്ഥിക്കും, അമ്മ മാതാവേ, അവൾ ജർമ്മനിയിൽ പോകുന്നതിനല്ല എനിക്ക് താല്പര്യം, അവൾക്കൊരു നല്ല ജീവിത പങ്കാളിയെ കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഞങ്ങളുടെ ലോണിൻ്റെ ഒരു കടം തീർക്കാൻ ജപ്തിയായിട്ട് വരുന്നു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് നോക്കിയപ്പം കല്യാണം നടക്കണം, ജപ്തിയുടെ കാര്യം നടക്കണം, പക്ഷേ എങ്ങനെ മുന്നോട്ട് പോകും അറിയില്ല. ഞങ്ങൾ അങ്ങനെ ഇരുന്ന് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞു, നമുക്ക് പോകാം, നമുക്ക് കൃപാസനത്തിൽ പോയി ഉടമ്പടിയിൽ നമ്മുടെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെ ഞങ്ങളിവിടെ വന്ന് ഉടമ്പടിയിൽ നിയോഗം എഴുതി പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളെ ബാങ്കിൽ നിന്ന് വിളിച്ചു, നിങ്ങൾക്ക് ഒറ്റ തീർപ്പാക്കി ലോണ് കുറച്ച് തരാം, 6,80,000 രൂപയായിട്ട് നിങ്ങൾക്ക് 11.5 ലക്ഷം രൂപയുണ്ടായിരുന്നു, അതിൽ 6,80,000 നിങ്ങൾക്ക് കുറച്ച് തരാം, പക്ഷേ അതൊന്നായിട്ട് അടയ്ക്കണം. അപ്പോഴും ഞങ്ങളിങ്ങനെ ഓർത്തു, കുഞ്ഞിനെ കെട്ടിക്കാൻ കുറച്ച് പൈസ വെച്ചിട്ടുണ്ട്, അതിൽ നിന്ന് എടുക്കുമ്പോൾ അതും പ്രതിസന്ധിയാകും. അങ്ങനെ ഞങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം ഞങ്ങൾ ഒരു വ്യക്തിയിൽ കൂടി ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് ചെന്ന് ചോദിച്ചു, ഞങ്ങളെ സഹായിച്ചു. അമ്മ മാതാവ് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒരു വ്യക്തിയെ വിട്ടതുപോലെയാണ് ഞങ്ങൾക്ക് ആ സഹായം കിട്ടിയത്. ആ സഹായത്തിൽ കൂടി ഞങ്ങൾക്ക് ആ ലോൺ അടച്ചു തീർത്തു. ആ അടച്ചു തീർത്ത ലോണിൻ്റെ കടലാസം കൊണ്ട് ഞങ്ങൾ ആദ്യം ഒരു ബാങ്കിൽ പോയി. പക്ഷേ അവിടെ 10-20 ദിവസം ആ കടലാസ് വെച്ച് ലോണ് തരാമെന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ മാസം കുറച്ചേ ഉള്ളൂ, കൊച്ചിൻ്റെ കല്യാണത്തിന് 2.5 മാസവും കൂടി ഉള്ളൂ ഈ ലോണ് പാസ്സായി വരണം. അപ്പം അവിടെ ചെന്നപ്പം അവർ 10 ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് പിന്നെ സ്കോറ് കുറവാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ലോൺ അവിടെ നിന്ന് കിട്ടിയില്ല. പിന്നെ എന്നോട് വിളിച്ച് പറഞ്ഞു, എടി അവിടെ നിന്ന് ലോണ് കിട്ടുകയില്ല, എന്താ ചെയ്യുന്നത്? ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞങ്ങളുടെ വീടിൻ്റെ ലോൺ അപ്പോൾ വേറെ ഒന്നുണ്ട്, അപ്പോൾ ആ ബാങ്കിൽ ഞാനൊന്ന് പോയി ചോദിക്കട്ടെ. അവിടെ ചെന്ന് ചോദിച്ചപ്പം അവർ പറയും, നോക്കട്ടെ, ഞങ്ങൾ നോക്കിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പം ആ സാറ് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ വേറൊരു ലോണ്, പുതിയതായിട്ടൊരു ലോണ് വന്നിട്ടുണ്ട്, അതിൽ കൂടി നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കടലാസ് വെച്ച് തന്നെ ഞങ്ങൾക്ക് 2ാമത് ലോണ് പെട്ടെന്ന് 1 മാസം കൊണ്ട്, ആ ഒരു സാറിനെ ഞങ്ങൾക്കൊരു ദേവദൂതനെ വിട്ട പോലെയായിരുന്നു. അവിടുന്ന് വന്ന് ഞങ്ങൾക്ക് ആ ലോണ് ശരിയാക്കിയിട്ട് ഞങ്ങളുടെ കുഞ്ഞിൻ്റെ കല്യാണം, അങ്ങനെ ഞങ്ങളുടെ ഇടവകയിൽ തന്നെയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് തന്നെയാണ് അവൾക്കൊരു പയ്യനെ കിട്ടി. ഞങ്ങൾക്ക് നല്ല രീതിയിൽ അവളെ കെട്ടിച്ച് വിടാനും ഇന്ന് അവളവിടെ കാനഡയിലെത്താനും കഴിഞ്ഞു. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. 2ാമത് എൻ്റെ സാക്ഷ്യം എൻ്റെ ജീവിത പങ്കാളിയാണ്. ഒരു 2-3 ആഴ്ചയ്ക്ക് മുന്നേ പുള്ളിക്കാരന് ഈ മേല് ചൊറിഞ്ഞു തടിക്കുന്നൊരു ഇതുണ്ട്. അപ്പം സാധാരണ ചൊറിഞ്ഞു തടിക്കുമ്പം സിട്രസിൻ ഗുളിക കഴിക്കും,
കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറും. അങ്ങനെ ഒരു വർഷമായിട്ട് മരുന്നും വാങ്ങും, ഇതും കഴിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കൃഷിക്കാരാണ്, കൃഷിയാണ് കൂടുതൽ ഞങ്ങളുടെ ജോലി. അപ്പോൾ കൂടുതൽ റെസ്റ്റൊന്നുമില്ല. അങ്ങനെ ഇരിക്കെ ഇതിൻ്റെ ഒരു മാസം മുന്നേ ഒരു പ്രാവശ്യം ഉണ്ടായപ്പം പെട്ടെന്ന് മേല് ചൊറിഞ്ഞ് തെറിച്ചു, ഗുളിക കഴിച്ചു. മാറുന്നതിന് പകരം കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്നോട് പറഞ്ഞു, എനിക്കൊന്ന് ഛർദ്ദിക്കണമെന്ന് പറഞ്ഞപ്പം ഗുളിക കഴിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ ഉപ്പും തൈലവും തരട്ടേന്ന് ചോദിച്ചു. നീ താന്ന് പറഞ്ഞു. അത് കൊടുത്തോടുകൂടി ഒന്ന് ഛർദ്ദിച്ചതോടുകൂടി തല കറങ്ങി എൻ്റെ കയ്യിലേക്ക് വീണു. ഞാൻ അപ്പം തന്നെ ഓർത്ത്, ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഇങ്ങനെ. അത് എല്ലാം ഉണ്ടാകുന്ന രാത്രി 1 മണിക്ക് ശേഷമാണ് ഇതുണ്ടാകുന്നത്. ഞാൻ കാണാൻ ചുറ്റോടത്തെ അയൽവക്കക്കാരൊന്നുമില്ല. ഞാൻ ഒളിച്ചിട്ട് കുന്നിൻ്റെ മുകളിലാണ്. വണ്ടി ഉണ്ടെങ്കിലും വീടിൻ്റെ മുറ്റത്ത് വണ്ടി വരത്തില്ല. ഞാനിങ്ങനെ ആലോചിച്ചു, എങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോകും, ആരോട് പറയും? എനിക്കൊരു ഭയങ്കര ഭയം. വണ്ടി പിന്നെ 4 വീലുള്ള ജീപ്പേ വീട്ടിൽ കയറുള്ളൂ. അപ്പം അങ്ങനെ എനിക്ക് 1 മണിക്കൂർ ഞാനിങ്ങനെ കാത്തു, സുഖമാകുമോ. 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കിനും അപമാദം വന്ന് ബോധം കെട്ട് വീണ മനുഷ്യൻ. ഞാൻ നോക്കുമ്പോൾ ചാടി എണീറ്റിരുന്ന് ഞാൻ താങ്ങി പിടിച്ച് കട്ടിലേ കൊണ്ടുപോയി കിടത്തി. ആ കടലിൽ കൊണ്ടുപോയി കിടത്തി. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴും സമാധാനമായി. അങ്ങനെ സുഖപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഈ 2 ആഴ്ചയ്ക്ക് മുന്നേ പിന്നെ ഇതുപോലെ ഉണ്ടായി ചൊറിഞ്ഞങ്ങ് കണ്ടമാനം തടിച്ച് കഴിഞ്ഞേച്ചിട്ട് ചെവിയിൽ നിന്ന് ചൂടാന്നാണ് പറയുന്നത്. ആ ചൂടിങ്ങനെ വന്നേച്ചിട്ട് ആൾ പിന്നെ നിൽക്കപ്രതിയില്ല, ഇങ്ങനെ ആകെ ഒരു അസ്വസ്ഥതയാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഓർത്തു, ഇനി എന്താ ചെയ്യുന്നത്, പിന്നെയും വന്നല്ലോ, ഇനി തല കറങ്ങുമല്ലോ. സമയം 1:15 അപ്പോൾ രാത്രി. ഞാൻ ഓർത്ത് ആരെയാണ് വിളിക്കുന്നത്. ഞാൻ കണ്ട വീട്ടിലോട്ടാണെങ്കിൽ റബ്ബർ തോട്ടത്തിനകത്താണ്. ഞാൻ ഈ അടിച്ച് പാരാഞ്ഞിട്ട് അപ്പടി ചപ്പൊക്കെ വീണ് കിടക്കുക, ഇച്ചിരി കുന്നാണ്. അപ്പം ഞാൻ ഓർത്ത്, ഒരു വണ്ടി വന്നാലും കയറി വരാൻ വലിയ ബുദ്ധിമുട്ടാണ്, എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചു. തല കറങ്ങി ഇങ്ങനെ കിടക്കുക. അപ്പം കുറച്ച് നേരം കഴിഞ്ഞപ്പം എന്നോട് വെള്ളം ചോദിച്ചു. ഞാൻ ഈ വെള്ളം കൊടുത്തു, ഉപ്പിട്ട് ഞാൻ വെള്ളം കൊടുത്തു കഴിഞ്ഞപ്പം ഛർദ്ദിച്ചോടുകൂടി നല്ല ദേഹമൊക്കെ അങ്ങോട്ട് കറുത്തപ്പോൾ ഞാൻ ഓർത്ത്, ദൈവം ഇതെന്തൊരു കഴി. അപ്പം ശ്വാസമൊക്കെ നിന്ന പോലെയായിപ്പോയി. ഞാൻ പെട്ടെന്ന് തേനെടുത്ത് വായിലേക്ക് ഒഴിച്ചു. ഷുഗറാണോ പ്രഷറാണോ എന്താണെന്നൊന്നും അറിയത്തില്ലല്ലോ. അപ്പം ഞാൻ ആ ആദ്യം തേൻ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഉപ്പ് കൊടുത്തു കഴിഞ്ഞ് തൈലം തൊട്ട് ഞാൻ അവിടെ മുട്ട കുത്തിന്ന് ഞാൻ കുരിച്ച് വരച്ചു. അമ്മ മാതാവ്, രാത്രി ആരുണ്ട് എന്നെ സഹായിക്കാൻ? ആരും 2 മക്കളും ഇവിടെ ഇല്ല, കൈവിട്ട് പോവുകയാണോ? എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു. എന്നിട്ട് ഞാൻ അമ്മ മാതാവ്, അമ്മേ നീ ഇപ്പോൾ ഇവിടെ ഇറങ്ങി വരണേ, ഞങ്ങളെ സഹായിക്കണമെന്ന്. അമ്മ മാതാവ് അവിടെ നിന്ന് 3:15 മണി വരെ ആ കിടപ്പ് കിടന്നു. 3:15 മണി കഴിഞ്ഞപ്പോഴത്തേക്കിനും എൻ്റെ അമ്മ വന്ന് അവിടെ നിന്ന് രക്ഷിച്ചു, ജീവൻ തിരികെ തന്നു. അതാണ് ഈ നിൽക്കുന്നത്. എനിക്കിതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സാക്ഷ്യമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് ചെറുതും വലുതുമായി ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് തന്നിട്ടുണ്ട്. ഞങ്ങൾ പ്രേക്ഷിത വേലയായിട്ട് ഇവിടുന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി 6-8 പത്രം കാണും മിക്ക പ്രാവശ്യം വന്ന് പോകുമ്പം. ഞങ്ങളത് പള്ളിയിൽ ഒരു പ്രാവശ്യമേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഞങ്ങളുടെ വീടിന് ചുറ്റും എല്ലാ വീടുകളിലും കൂടെ നടന്ന് ഞങ്ങൾ ഉപ്പ് വാങ്ങും, കാശ് രൂപം വാങ്ങും. എല്ലാവർക്കും ഉപ്പും കൊടുക്കും, കാശ് രൂപം കൊടുക്കും, പത്രവും കൊടുക്കും. അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിൽ, ആശുപത്രികളിൽ ഒക്കെ കൊണ്ട് നടന്ന് കൊടുക്കും. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകും, ഭക്ഷണം വെച്ച് പൊതി കെട്ടി എന്നിട്ട് അവിടെ കൊണ്ടുപോയി ഞങ്ങൾ കൊടുക്കും. അവിടുന്ന് ഞങ്ങൾക്ക് തിരസ്കരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഞങ്ങൾ ചിലപ്പോൾ പറയും പുറത്ത് നിന്ന് കൊടുക്കാൻ പറയും. എന്നാൽ ഞങ്ങൾ പുറത്ത് നിന്നാലും ഒത്തിരി ആവശ്യക്കാർ കാണും, ഞങ്ങളത് കൊടുക്കും. അതുപോലെ തന്നെ ജില്ലാശുപത്രിയിലും കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു പാവപ്പെട്ട വീടുണ്ട്, 5-6 മക്കളായിട്ട് ചെറിയ താന്നൊരു കുടുംബമാണ്. അവർക്ക് എപ്പോഴും നല്ല ഭക്ഷണമൊന്നും വെച്ച് കഴിക്കാൻ കഴിയില്ല. അപ്പം ഞാനിണ്ടാവുമ്പോഴല്ല അവർക്ക് ഭക്ഷണങ്ങൾ വെച്ച് അവർക്ക് ഞാൻ എത്തിച്ചു കൊടുക്കും. അത് വിവാഹത്തിനായിട്ട് അവർക്ക് സഹായം, അങ്ങനെ പല രീതിയിൽ ഞങ്ങളങ്ങനെ സഹായിക്കുന്നുണ്ട്. അതേപോലെ കാരുണ്യ പ്രവൃത്തിയായിട്ടാണെങ്കിലും ഞങ്ങൾക്ക് അവിടെ ഒരു ആകാശപ്പറവുകളുണ്ട്. അവിടെ പോകും. ഞങ്ങൾ കഴിയുന്നതും ആഴ്ചയിൽ ഒരു ദിവസം ഇല്ലെങ്കിൽ മാസത്തിലൊരിക്കലെങ്കിലും അവിടെ ചെന്ന് അവരെ കുളിപ്പിക്കാനും ഞങ്ങൾ 2 പേരും കൂടി പോകും. ഷേവ് ചെയ്യാനും ബാത്റൂം തേച്ച് കഴുകാനും എല്ലാം ഞങ്ങൾ ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ ഞങ്ങൾ വിശുദ്ധ കുർബാനയിൽ ടാപ്പിങ്ങാണ് ജോലി. അപ്പോൾ ഒന്നും പോകാൻ കഴിയത്തില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന ദിവസങ്ങളിലെല്ലാം ഞങ്ങൾ പോകും. കുമ്പസാരമാണെങ്കിലും മാസത്തിലൊരിക്കൽ തന്നെ സ്വീകരിക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. ഇത്രയാണ് ഞങ്ങളുടെ കാരുണ്യപ്രവൃത്തിയും പ്രേക്ഷക പ്രവർത്തനമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന പരിശുദ്ധ അമ്മയ്ക്കും ദേവകുമാരൻ 1000 നന്ദി. എൻ്റെ പേര് ബെന്നി എന്നാണ്. മലപ്പുറം ജില്ല കരുവാരൂരിൽ നിന്ന് വരുന്നത്. എനിക്ക് അമ്മ മാതാവും ഈശോയ്ക്ക് എന്ന രോഗശത്തിന് കോടാനുകൂടി നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 91, 15, 16 തിരുവചനങ്ങൾ. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും.
അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. പ്രിൻസി എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളി ബെന്നിയും കുടുംബത്തിൽ ലഭിച്ച 3 വലിയ അനുഗ്രഹങ്ങളെ അമ്മയുടെ തിരുനടയിൽ വലിയ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ആദ്യത്തേത് 6 ലക്ഷം രൂപ ലോൺ എടുത്തത് പലിശ കയറി 11 ലക്ഷമായതും, പിന്നീട് അമ്മ മാതാവിൻ്റെ അരികിൽ നിയോഗം സമർപ്പിച്ച് അതിനൊരു ഇളവും വിടുതലും കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ ദിവസങ്ങളിൽ തന്നെ ബാങ്കിൽ നിന്ന് വിളിച്ച് ഒറ്റത്തവണ തീർപ്പാക്കുന്ന വിധത്തിൽ വളരെയധികം പലിശ കുറച്ച് കൊടുത്ത് 6.80 അടച്ചു തീർക്കുവാനുള്ള വഴികൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നു. കുടുംബത്തിനകത്ത് ആ സമയം പൈസ എടുത്തു കൊടുക്കുവാനില്ലെങ്കിലും അമ്മ മാതാവും ഈശോയും മറ്റൊരു വ്യക്തിയെ കുടുംബത്തിന് കണ്ടെത്തി കൊടുക്കുകയും കൃപയാവുകയും അതിലൂടെ ആ ലോൺ അടച്ച് ആധാരം തിരികെ എടുക്കുവാൻ അമ്മ സഹായിച്ചതിനെയാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ മറ്റൊരിടത്ത് ലോൺ ശരിയാക്കിക്കൊണ്ട് ആ ഉണ്ടായിരുന്ന ബാധ്യത മുഴുവനും തീർക്കുവാൻ അമ്മ മാതാവ് രണ്ടാമത് വഴിയൊരുക്കി കൊടുത്തത് മറ്റ് 1-2 ഇടങ്ങളിൽ തിരക്കുമ്പോൾ സിബിൽ സ്കോർ കുറവാണെന്ന് പറഞ്ഞ് തിരസ്കരിച്ചത് വേറെ അനുകൂലമായ സാഹചര്യത്തിൽ അമ്മ തന്നെ നയിക്കുകയും വഴിയൊരുക്കുകയും ബാധ്യതകളൊന്നും കൂടുതൽ ഭാരപ്പെടുത്താത്ത വിധം ലോൺ എടുക്കുവാനുള്ള വഴികൾ കുടുംബത്തിൽ തുറന്നു കൊടുത്തതാണ് രണ്ടാമത് സാക്ഷ്യപ്പെടുത്തിയത്. അതോടൊപ്പം മകളുടെ വിവാഹത്തിന് വേണ്ടിയുള്ള നിയോഗത്തെയും യാതൊരു ക്ലേശവുമില്ലാതെ ഈ നാളുകളിൽ തന്നെ ആ വിവാഹ ജീവിതത്തിലേക്ക് മകളെ നയിക്കുവാൻ കുടുംബത്തെ സഹായിച്ചതിനെയും സാക്ഷ്യപ്പെടുത്തി. പിന്നീട് അപ്പച്ചനുണ്ടായ ഗുരുതരമായ രോഗാവസ്ഥ വളരെ വൈകി രാത്രിയിലുണ്ടാകുന്നത് കൊണ്ട് എങ്ങും കൊണ്ടുപോകാനാവാത്ത സാഹചര്യത്തിൽ അമ്മ മാതാവിൻ്റെ നേർച്ച വസ്തുക്കൾ ഉടമ്പടി ഉപ്പ്, തേൻ, ഉടമ്പടി തൈലം എന്നിവ ഉപയോഗിച്ച് അമ്മയുടെ അരികിൽ കണ്ണീരോടെ പ്രാർത്ഥിച്ചത് വഴി അപ്പച്ചന് ലഭിച്ച സൗഖ്യവും മറ്റൊരു മരുന്നോ ചികിത്സയോ ഒന്നുമില്ലാതെ ഏറെ ക്ലേശിച്ച് ജീവൻ നഷ്ടപ്പെടുമോ എന്ന് പോലും കരുതിയ നിമിഷത്തിൽ നിന്ന് പൂർണ്ണ ആരോഗ്യത്തോടുകൂടി സഹോദരന് ലഭിച്ച ജീവൻ തിരികെ കിട്ടിയ രോഗസൗഖ്യത്തെയാണ് സഹോദരി സാക്ഷ്യപ്പെടുത്തിയത്. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതം ആപത്ത് സമയത്ത് നമുക്ക് എപ്പോഴും വലിയ സംരക്ഷണമാണ്. നാം ജീവിതത്തിൻ്റെ നഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, രോഗദുരിതങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദുരന്തങ്ങൾ വരുന്നു, പ്രാർത്ഥിക്കണമെന്ന് ലോകത്തോട് സന്ദേശം പകർന്ന അതേ അമ്മ നമ്മുടെ ജീവിത വിഷയങ്ങൾ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ദുരിതങ്ങൾ അകറ്റുവാൻ, കഷ്ടങ്ങൾ മാറ്റിത്തരുവാൻ, രോഗങ്ങൾ സൗഖ്യപ്പെടുത്തുവാൻ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുകയും സമയച്ചുരുക്കത്തിൻ്റെ അമ്മ സമയച്ചുരുക്കത്തിൽ ഓരോ കാര്യവും ക്രമീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ സുരക്ഷിതമാക്കുന്നത്, സുസ്ഥിതിയിലേക്ക് നയിക്കുന്നതാണ് ഈ സഹോദരി വാക്കുകളിലൂടെ നമ്മളോട് പങ്കുവച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ടത്, നിൻ്റെ ജീവിത ദുരിതങ്ങളിൽ ദൈവത്തോട് നീ ഒട്ടിച്ചേർന്ന് നിൽക്കുന്നുവോ അതോ ദൈവത്തിൽ നിന്ന് നീ അകന്നു സഞ്ചരിക്കുന്നുവോ എന്നതാണ്. 2 തരത്തിൽ നമ്മൾ പെരുമാറാറുണ്ട്. ഒന്ന്, എൻ്റെ രോഗദുരിതങ്ങളിൽ, കഷ്ടനഷ്ടങ്ങളിൽ, ജീവിത തകർച്ചയിൽ ദൈവത്തോട് ചേർന്ന് നിന്ന് എനിക്ക് മതിയായവൻ, എൻ്റെ ജീവിതത്തെ കരകയറ്റുവാൻ ശക്തിയുള്ളവൻ, ഏതൊരാപത്തിലും എന്നെ സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നവൻ എൻ്റെ ഈശോ കർത്താവ് എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി ആത്മാവും ശരീരവും ജീവിതത്തിൻ്റെ പദ്ധതികളും ആലോചനകളും ദൈവത്തോട് ചേർത്ത് കൊടുക്കുവാൻ നമുക്ക് സാധിക്കും. മറ്റൊരു കൂട്ടർ അത് ജീവിതത്തിലെ കഷ്ടനഷ്ടങ്ങളും രോഗദുരിതങ്ങളും വരുമ്പോൾ ദൈവത്തെ ഉപേക്ഷിച്ച് ലോകത്തിൽ മാത്രം ആശ്രയിക്കുകയും ദൈവവിശ്വാസം തന്നെ നഷ്ടപ്പെടുത്തും വിധം ജീവിക്കുകയും ചെയ്യും. ദൈവത്തിൽ ശരണപ്പെടുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. കഴുകന്മാരെ പോലെ അവർ ചിറകടിച്ചുയരും. എത്ര ഓടിയാലും അവർ ക്ഷീണിക്കുകയില്ല, എത്ര നടന്നാലും അവർ തളരുകയില്ലെന്ന് പ്രവാചക വചനം നമ്മുടെ ജീവിതത്തിലേക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഏതൊരു ജീവിത ക്ലേശത്തിലുമായിരിക്കുന്നവർ അമ്മയുടെ ഉടമ്പടി പ്രകാരം ജീവിക്കുകയും ഉടമ്പടി നേർച്ച വസ്തുക്കൾ ദൈവശക്തിയായി ആപത്സന്ധികളിൽ നമുക്ക് മാറുമെന്ന പ്രത്യാശയോടെ അവ ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ അനുഗ്രഹമായി, അനുഭവമായി, ജീവിതത്തിൻ്റെ കഷ്ടങ്ങളിൽ വിടുതലായി നമുക്ക് മാറുന്നതെന്ന് ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുക. ഈ കുടുംബത്തിന് ഈ നാളുകളിൽ പരിശുദ്ധ അമ്മയിലൂടെ ലഭിച്ച ഓരോ അനുഭവത്തിനും അനുഗ്രഹത്തിനും നമുക്ക് ദൈവസന്നിധിയിൽ നന്ദി പറയാം. കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് അമ്മ മാതാവിനും ഈശോ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മ മാതാവിനോടും ക്ഷമ പറയുന്നു, ഈശോയോടും ക്ഷമ പറയുന്നു. സാക്ഷ്യം വൈകാൻ വൈകിയതിന്
എൻ്റെ പേര് ജെസി, ഇതെൻ്റെ ഹസ്ബൻഡ് ടെൽസൺ. എൻ്റെ ആദ്യത്തെ സാക്ഷ്യം, ഞാൻ ആദ്യം കൃപാസനത്തിൽ വന്നത് 2015 2015 മുതൽ ഞാൻ കൃപാസനത്തിൽ വരുന്നുണ്ട്. 2017 ഞാൻ ആദ്യത്തെ ഉടമ്പടി എടുത്തത്. ആ ഉടമ്പടി എടുത്ത് അത് കൊറോണ കാലങ്ങൾക്ക് സമയം അതെൻ്റെ കൈമോശം വന്നു പോയി. എങ്കിലും ആ 2017 ഉടമ്പടി തൈലം ഈ വസ്തുക്കളെല്ലാം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. 2019 എൻ്റെ ഹസ്ബൻഡ് കൽപ്പണിയാണ്, പുള്ളി 2ാം നിലയുടെ മുകളിൽ നിന്ന് വീണു. അതിന് മുന്നേ രാവിലെ ജോലിക്ക് പോണതിന് മുമ്പ് തൈലം ഞാൻ നെറ്റിയിൽ കുരിശ് വരച്ചു കൊടുക്കും. എൻ്റെ മോന് ക്ലാസ്സിൽ പോകുമ്പോഴും കുരിശ് വരച്ചു കൊടുക്കും, ഞാൻ പുറത്ത് പോകുമ്പോഴും കുരിശ് വരച്ചു കൊടുക്കും. ഞങ്ങൾ ഉടമ്പടി തൈലം കുരിശ് നെറ്റിയിൽ വരക്കാതെ പുറത്ത് പോകാറില്ല. അപ്പം അന്ന് ടെൽസൺ ജോലിക്ക് പോകുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്നൊരു ചിന്ത, അരുതാത്തൊരു ചിന്ത വന്നു. എല്ലാ ദിവസവും ചെയ്യണതല്ലേ, എന്തിനാണ് ഇന്ന് ചെയ്യണേന്നുള്ളൊരു ചിന്ത വന്ന് ആ നിമിഷം തന്നെ ഞാൻ മാതാവിനോട് ക്ഷമ പറഞ്ഞു. മാതാവിൻ്റെ ഉള്ളിൽ തോന്നിച്ചു, നീ എന്താണ് ഈ പറയണമെന്നൊരു തോന്നൽ വന്ന് അപ്പം തന്നെ ഞാൻ ക്ഷമ പറഞ്ഞ് വെക്കം തൈലം എടുത്ത് ഞാൻ നെറ്റിയിൽ കുരിശിട്ട് വരച്ച് ആണ് ജോലിക്ക് വിട്ടത്. 10 മണിയായപ്പോൾ എനിക്കൊരു ഫോൺ തന്നെയാണ്. ടെൽസൺ 2ാം നിലയുടെ മുകളിൽ നിന്ന് റോഡ് സൈഡിലേക്ക് വീണ് എന്നും പറഞ്ഞിട്ട് ഫോൺ വന്നേക്കണ്. അപ്പോൾ ഇയാളുടെ മേസ്ത്രിയാണ് എന്നെ വിളിച്ചത്. അപ്പോൾ ജനറൽ ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ പുള്ളി വീൽ ചെയറിലിരിക്കണേണ്. അപ്പം ഞാൻ ആകെ വിഷമിച്ചാണ് ചെല്ലണത്. അപ്പോൾ ഇയാളുടെ വൈഫാണെന്ന് പറഞ്ഞിട്ട് കണ്ടു നിന്നതിൽ ഒരു ചേട്ടൻ എന്നോട് വന്ന് പറഞ്ഞ്, മോളുടെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ചേട്ടൻ രക്ഷപ്പെട്ടത്, അല്ലാന്നുണ്ടെങ്കിൽ ആ ചേട്ടൻ കണ്ടുകൊണ്ട് നിൽക്കണേണ് 2ാം നിലയുടെ മുകളിൽ നിന്ന് വീഴുമ്പോൾ നടുവൊടിഞ്ഞു പോകാം, തല ചിതറിപ്പോകാം, എന്തെങ്കിലും ഒന്ന് സംഭവിക്കേണ്ടതായിരുന്നു. ഇത് 3 സ്റ്റിച്ച് തലയുടെ പുറകിൽ, വലത്തെ കയ്യിൽ ചെറിയൊരു ചതവ്, ഇത്രയും ഉണ്ടായിരുന്നുള്ള ആകെ ഉണ്ടായത്. ഇത് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ അമ്മയുടെ തൈലം, ആ തൈലത്തിൻ്റെ ശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് ഈ മനുഷ്യൻ ഇന്ന് എൻ്റെ കൂടെ. ക്ഷമിക്കണേ അമ്മേ, 2019 പറയേണ്ട സാക്ഷ്യമാണിത്. 2026 വരെ ഞാനത് വൈകിച്ച്, ഇവിടെ മാത്രമേ ഞാൻ ഈ സാക്ഷ്യം പറയാൻ വൈകിട്ടുള്ളൂ. എന്നെ അറിയാവുന്നവരോടും ഉടമ്പടിയുടെയും കൃപാസനത്തിലെയും കാര്യം പറയുന്നവരോടെല്ലാം ഞാൻ ഈ സാക്ഷ്യം പോലെ ഞാനിത് പറയാറുണ്ട്. 2ാമത്തെ എൻ്റെ സാക്ഷ്യം, 2ാമത് ഞാൻ ഉടമ്പടി എടുത്ത് 2022 മെയ് മാസം 4-ാം തീയതി വന്ന് ഞാൻ 2ാമത് ഉടമ്പടി എടുത്ത് ആ ഉടമ്പടിയിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത്. ആ ഉടമ്പടി എടുത്ത് 2023 ഒക്ടോബർ മാസത്തിൽ എൻ്റെ ഇടത് ബ്രസ്റ്റിൻ്റെ സൈഡിൽ ഒരു ചെറിയൊരു കുരു പോലെ വന്ന്, അതെൻ്റെ 2ാമത്തെ മോൻ 5 മാസമുള്ളപ്പോൾ ഈശോൻ്റെ അടുത്തേക്ക് പോയതാണ്. അപ്പോൾ പാലിങ്ങനെ ഇതായിരിക്കുമ്പോൾ അങ്ങനെ വന്നതാണ്. അപ്പോൾ അതങ്ങനെ അന്നേരം കളഞ്ഞതാണ്, ഒരു 10 കൊല്ലം മുമ്പ് കളഞ്ഞതാണ്. അപ്പോൾ ഡോക്ടർ അന്നേ പറഞ്ഞിരുന്നു ഇത് മുഴുവൻ പോയില്ലെങ്കിൽ 2ാമത് വരുമെന്ന്. അങ്ങനെ 10 വർഷങ്ങൾക്ക് ശേഷം ഈ സൈഡിൽ ഇങ്ങനെ വന്നായിരുന്നു. അപ്പം ഞാൻ ഡോക്ടറിൻ്റെ അടുത്തൊന്നും പോയില്ല. ഞാൻ പരിശുദ്ധമ്മയുടെ തൈലവും ഉപ്പവും മിക്സ് ചെയ്ത് വിശ്വാസ പ്രമാണം ചൊല്ലി അവിടെ തേച്ച് പ്രാർത്ഥിച്ച് ഇപ്പം 3 വർഷമായി, ഒരു കുഴപ്പവും അവിടെ ഇല്ല. എൻ്റെ 3ാമത്തെ സാക്ഷ്യം, ഞാൻ പരിശുദ്ധമ്മയോട് പ്രാർത്ഥിച്ചിരുന്നു എനിക്കൊരു ജോലി, ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു ജോലി, ആ ഒരു ജോലി തന്നെ എൻ്റെ അമ്മ മാതാവും ഈശോയെ എന്നെ സഹായിക്കണേ, എന്നെ അനുഗ്രഹിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. മാതാവ് എനിക്കൊരു ജോലി തന്നു, ഒരു കോഫി ഷോപ്പിലാണ്. സന്തോഷമായിട്ട് ഞാൻ ആ ജോലി ചെയ്യുന്നു. ഇപ്പോൾ 1 വർഷമായി. അതിൽ നിന്ന് ഡെയിലി വേജസ് ആണെങ്കിലും ആഴ്ചയിലാണ് ഞാൻ കാശ് മേടിക്കുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന ആഴ്ചയിൽ 700 രൂപ വെച്ച് ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിനും കാരുണ്യ പ്രവർത്തനവുമായിട്ട് മാറ്റിവെക്കുന്നു. ഭയങ്കര സന്തോഷമാണ് ഞാൻ. കാരണം എനിക്ക് എൻ്റേതായ രീതിയിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ മാതാവും ഈശോയും സഹായിച്ച് എനിക്കൊരു ജോലി കിട്ടി. 4ാമത്തെ സാക്ഷ്യം, എനിക്ക് ഒക്ടോബർ മാസത്തിൽ 2025 ഒക്ടോബർ മാസത്തിൽ നെഞ്ചിനും മുതുകിനും ഭയങ്കര വേദനയായിരുന്നു, ഇടത്തെ സൈഡും ഭയങ്കര വേദന. അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞ് കൊളസ്ട്രോൾ നോക്ക്, കൊളസ്ട്രോൾ ആയിരിക്കും. പക്ഷേ എനിക്കറിയാമായിരുന്നു എൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. നെഞ്ച് വേദന, മുതുക് വേദന, ഇത് എൻ്റെ കയ്യിൽ നിൽക്കണ കാര്യമില്ലെന്ന് എനിക്ക് 100% എനിക്ക് ഉറപ്പായിരുന്നു. എന്നാലും ഞാൻ വീട്ടിൽ പറഞ്ഞില്ല, ഞാനത് കൊണ്ടുവന്ന് നടന്ന്. കാരണം എനിക്ക് ജോലിക്ക് പോകണം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലിയാണ്, ഒരുപാട് മക്കളുടെ അടുത്ത് നിൽക്കുന്ന ജോലിയാണ്. അപ്പം ഞാൻ ഇഷ്ടപ്പെട്ട് എൻ്റെ അമ്മ മാതാവ് തന്ന ജോലിയാണ്. അപ്പം ഞാനത് വീട്ടിൽ പറഞ്ഞില്ല, ഞാനതും കൊണ്ടുവന്ന് നടന്ന്. ഒക്ടോബർ കഴിഞ്ഞ് നവംബറായി. നവംബർ 23-ാം തീയതി ആയിക്കഴിഞ്ഞപ്പോൾ അന്ന് രാത്രി എനിക്ക് നെഞ്ച് കൊളുത്തി വലിക്കുന്ന വേദനയാണ്, മുതുകും നെഞ്ചും കൊളുത്തി വലിക്കുന്ന ശക്തമായ വേദന.
ആ വേദനയിൽ ഞാൻ ഉടമ്പടി കാശുരൂപവും കൊന്തയും പിടിച്ച് നേരം വിളിപ്പിച്ചെടുത്ത്. എന്നിട്ട് ഞാൻ ഇവരോട് പറഞ്ഞില്ല. നേരം വിളിപ്പിച്ചെടുത്ത് നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ വേദന മാറി. ഞാൻ ജോലിക്ക് പോയി. പിറ്റേ ദിവസം ചൊവ്വാഴ്ച 24-ാം തീയതി രാവിലെ എഴുന്നേറ്റ് മരിച്ചവരുടെ മാസം ആയതുകൊണ്ട് അപ്പച്ചനമ്മച്ചിക്കും ടെൽസിൻ്റെ അപ്പച്ചനമ്മച്ചിക്കും എൻ്റെ കുഞ്ഞിനൊക്കെ കുർബാന കൊടുത്തേച്ച്. അപ്പോൾ കുർബാനയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു ചിന്ത വന്ന്, സാധാരണ നോർമലായിട്ടുള്ള ഹോസ്പിറ്റലിൽ പോകണ്ട, വേറെ എവിടെയെങ്കിലും പോകുന്നുള്ളൊരു ചിന്ത വന്നത് കാരണം അവിടെ അടുത്തൊരു കോസ്മിക് എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിൽ പോയി. ആ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് നമുക്കൊന്ന് ECG എടുത്തേക്കാന്ന് പറഞ്ഞ് അങ്ങനെ ECG എടുത്തപ്പോൾ വേരിയേഷൻ കാണിച്ച്. അപ്പോൾ മോനാണ് എൻ്റെ കൂടെ ഉണ്ടായത്. മോനോട് പറഞ്ഞ്, മോനെ ഇത് അമ്മേനെ വേറെ എവിടെയെങ്കിലും ഒന്ന് കാണിച്ചു തര്, വേരിയേഷൻ കാണിക്കുന്നുണ്ട് നല്ലതുപോലെ എന്ന് പറഞ്ഞ്. 2-3 പ്രാവശ്യം ECG എടുത്തിട്ടാണ്, 2-3 പ്രാവശ്യം എടുത്ത് ECG. ഡോക്ടറിന് സംശയം തോന്നിയിട്ട് അങ്ങനെ മോൻ പറഞ്ഞ് നമുക്ക് ഡോക്ടർ പറഞ്ഞു ഒന്ന് ലക്ഷോറാണ് അടുത്തുള്ളത്, ലക്ഷോറും PS മിഷനും. അപ്പോൾ ഞാൻ പറഞ്ഞു ലക്ഷോറിലോട്ട് പോകാൻ എൻ്റെ കയ്യിൽ കാശില്ല മോനെ എന്ന് പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു കഴിഞ്ഞിട്ട് അവൻ സമ്മതിക്കണില്ല. അവൻ അനിയത്തിനെയും ചേച്ചിനെയൊക്കെ വിളിച്ച് പറഞ്ഞ് അങ്ങനെ അനിയത്തി പോയി ലൂർദിൽ ചീട്ടെടുത്ത് ലൂർദ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെയും ECG എടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ECG എടുക്കാൻ വേണ്ടി കയറി. ECG എടുത്തുകൊണ്ട് ചെന്നു. അന്നേരവും കാശുരൂപവും കൊന്തയും എൻ്റെ കയ്യിൽ ഞാൻ മുറുക്കി പിടിച്ചേക്കണേണ്. പേടിയില്ല. സാധാരണ ഒരു സൂചി കണ്ടാൽ പേടിച്ച് കരയണ ഞാനാണ്. എൻ്റെ കണ്ണിൽ നിന്ന് ഒഴുകും. പേടിയാണോ എന്താണെന്ന് എനിക്കറിയില്ല, കണ്ണിൽ നിന്ന് ഇങ്ങനെ ഒഴുകും. അങ്ങനെ ഞാൻ ഡോക്ടറെ അടുത്ത് ചെന്ന് ECG എടുത്ത് ECGയുടെ പുറത്തെ ക്ലിനിക്കിൽ കാണിച്ച ECGയും ഈ ECGയും കൂടി നോക്കിയിട്ട് ഡോക്ടർ അനിയത്തിയാണ് കയറിയത്. അനിയത്തിനോട് മുഴുവിപ്പിച്ചില്ല, ബ്ലോക്ക് എന്നുള്ളത് മുഴുവിപ്പിച്ചില്ല ഡോക്ടർ. നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് വേഗം എമർജൻസി ആയിട്ട് TMT എടുക്കുമെന്ന് പറഞ്ഞു. ഈ TMT ഒക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കണേ, എന്തുന്നാണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ TMT എടുക്കാൻ വേണ്ടി വിട്ട്. അപ്പോഴേക്കും എൻ്റെ ചേച്ചിക്ക് വരാൻ പറ്റൂല. ചേച്ചിയുടെ 2 കുഞ്ഞുങ്ങൾ, പൊടിക്കുഞ്ഞുങ്ങൾ, പേരക്കിടാങ്ങളാണ്, അതുങ്ങളെ നോക്കണതുകൊണ്ട് ചേച്ചി വീട്ടിലിരുന്ന് ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരുന്ന ചേച്ചി കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട്. അപ്പോൾ അനിയത്തിയുണ്ട്, ടെൽസനുണ്ട്, എൻ്റെ മോനുണ്ട്. ഞങ്ങൾ എന്നെ TMTക്ക് കയറ്റി അതിൽ ആ വിഷയത്തിൽ നിൽക്കുമ്പോൾ ഈശോനോട് ഞാൻ ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ. ഈശോ അവിടെ ഉണ്ടായിരുന്നു. ഈശോൻ്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു മതിലിൽ. ഈശോനോട് പറഞ്ഞു, ഈശോയെ ഞാൻ 5000 രൂപയും കൊണ്ടാണ് വന്നേക്കണത്, ആകെ 5000 രൂപയും കൊണ്ടാണ് വന്നേക്കണത്. 2020 തീർന്ന് ഇനിയുള്ളതിൽ ഇനിയൊരു ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ കാശില്ല. ടെസ്റ്റിന് കാശുണ്ടാവും, മരുന്ന് മേടിക്കാൻ എൻ്റെ കയ്യിൽ കാശില്ല. ഈശോ എന്താണെന്ന് വെച്ചാൽ ഈ നിമിഷം തീരുമാനിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്തൊക്കെയോ ഈശോയോട് ഞാൻ സംസാരിച്ചു. പിന്നെ എന്താ സംസാരിച്ചെന്ന് എനിക്കറിയില്ല. ഞാൻ അത് TMT എടുത്ത് എന്നെ ഇറക്കണത് വരെ ഞാനും ഈശോയും കൂടെയുള്ള സംസാരമായിരുന്നു അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ TMTയും കഴിഞ്ഞ് ആ മിഷത്തിൽ നിന്ന് ഇറങ്ങി. 4 മണിയായപ്പോൾ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ടും ഈ CGയുടെ റിസൾട്ടും TMTയുടെ റിസൾട്ടും കൊണ്ട് ഡോക്ടറിൻ്റെ അടുത്ത് കയറി. ലൂർദിലെ ഡോക്ടർ ഇതിലേക്ക് നോക്കും, എന്നെ നോക്കും, എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. ഡോക്ടർ എന്നെ 2-3 പ്രാവശ്യം ഇങ്ങനെ നോക്കി. ബ്ലോക്ക് എന്ന് പറഞ്ഞ സാധനമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അത് കഴിഞ്ഞ് വീട്ടിലെത്തുമെന്ന് കരുതിയല്ല ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഞാൻ കരുതിയത് ഒന്നില്ലെങ്കിൽ എന്നെ ICUലോട്ട് കയറ്റും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എനിക്ക് സംഭവിക്കുമെന്ന് കരുതിയാണ് ഞാൻ പോയത് വീട്ടിൽ നിന്ന്. പക്ഷേ വൈകിട്ട് 6 മണിക്ക് ഞാൻ വീട്ടിലെത്തി. ഡോക്ടറിനടുത്ത് ഇറങ്ങുമ്പോൾ ഡോക്ടർ പറഞ്ഞ് ചെറിയൊരു കതപ്പ് കാണുന്നതുകൊണ്ട് നമുക്കൊരു എക്കോയും കൂടെ എടുത്തേക്കാം, അത് 1 മാസം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ് വിട്ട്. അങ്ങനെ മരുന്ന് പോലും, ഒരു പാരസിറ്റാമോൾ പോലും തന്നില്ല എനിക്ക്. ആ TMT മിഷത്തിൽ കയറി ഈശോനോട് സംസാരിച്ച് നിന്ന് കഴിഞ്ഞ് പിന്നെ ഇറങ്ങിയിട്ട് ഞാൻ എന്തിനാണ് ഹോസ്പിറ്റലിൽ നിന്ന് വന്നത് പോലും എനിക്കറിയില്ല. വേദനയാണോ എന്താണോ ഒന്നും എനിക്കില്ല. പിന്നെ എന്തിനാണ് ഞാൻ ആ ഹോസ്പിറ്റലിൽ ചെന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞ് 6 മണിയായപ്പോൾ എൻ്റെ ചേച്ചി പറഞ്ഞാണ് ഞാൻ വിളിച്ചപ്പോൾ നിന്നെ TMTക്ക് കയറ്റിയേക്കണമെന്ന് പറഞ്ഞ് 1:30 മണി, ഉച്ചയ്ക്ക് 1:30 മണി 2025 നവംബർ 11-ാം മാസം, അതായത് 2025 ഈ കഴിഞ്ഞ നവംബർ മാസത്തിലെ ധ്യാനം നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്കറിയാൻ പറ്റും. എന്നെ TMTക്ക് കയറ്റിയ നിമിഷം അച്ഛൻ ഇവിടെ ഉടമ്പടി ധ്യാനത്തിൽ ബ്ലോക്കുകൾ വഴിമാറുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. ആ സൗഖ്യം എനിക്കാണ് എൻ്റെ ചേച്ചി പ്രാർത്ഥിച്ച് എനിക്ക് മേടിച്ച് തന്നത്. എൻ്റെ ഈശോ എനിക്ക് പൂർണ്ണ സൗഖ്യം നൽകി. 2026 കാണുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചതല്ല. എക്കോ 1 മാസം കഴിഞ്ഞിട്ട് എടുക്കാൻ പറഞ്ഞ് എക്കോ എടുത്ത് തിരിച്ച് വന്ന വഴി ഞാൻ ടെൽസിനോട് പറഞ്ഞത് എക്കോ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, നോർമലാണെന്ന് പറഞ്ഞ് ഇവരുടെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് പോയി എടുത്തത്. എനിക്ക് താല്പര്യം ഉണ്ടായില്ല, എങ്കിലും പറഞ്ഞാൽ എന്നിട്ട് പോയി എടുത്ത് തിരിച്ച് വന്ന വഴി ഞാൻ പറഞ്ഞു ഇത് ഈശോ തന്ന സൗഖ്യമാണ്, പരിശുദ്ധമ്മയും ഈശോയും കൂടി തന്ന സൗഖ്യമാണ്. ഇന്ന് കണക്ക് വെച്ച് നോക്കണമെങ്കിൽ ഇന്ന് എൻ്റെ 30 കഴിഞ്ഞ് വീട്ടിൽ നിന്ന് എല്ലാവരും പോണ ദിവസം. അത്രയും ഈശോ എന്നെ ചേർത്ത് പിടിച്ചാണ്. എന്താണ് ഞാൻ ഈശോയോടും മാതാവിനോടും ചെയ്തേ, എന്നെ ഇത്രയും കരുതാൻ എത്ര എനിക്കറിയില്ല പറയാനായിട്ട്. അത്രയും എൻ്റെ പരിശുദ്ധമ്മയും ഈശോയും എന്നെ ചേർത്ത് പിടിച്ചേക്കണേണ്. വിളിച്ചാൽ ഏത് സങ്കട നിമിഷത്തിലും വിളിച്ചാൽ ഈശോ കൂടെയുണ്ട്. പിന്നെ കുർബാനൊക്കെ പള്ളിയിൽ പോകുമ്പോൾ ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഈശോയുടെ തിരുശരീരവും തിരുരക്തവും നാവിൽ സ്വീകരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും. 1 വർഷം മുമ്പേ തുടങ്ങി പ്രാർത്ഥിക്കണേണ്, ആരും പറഞ്ഞു തന്നിട്ടല്ല.
അതെന്താണ് ഇങ്ങനെ പ്രാർത്ഥിച്ചതെന്നൊന്നും എനിക്കറിയില്ല. ചിലപ്പോൾ ഇതായിരിക്കാം. ഈശോയെ സ്വീകരിച്ച് നാക്കിൽ സ്വീകരിക്കുന്ന നിമിഷം ഞാൻ അത് പതിയെ അലിച്ചലിച്ച് ഞാൻ പ്രാർത്ഥിക്കും. ഈശോയെ, നീ ഇറങ്ങിപ്പോകുന്ന വഴികളിലെല്ലാം എനിക്ക് സൗഖ്യം തരണേന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ആ പ്രാർത്ഥനയും ഈശോ സ്വീകരിച്ചിട്ടുണ്ടാകും. ഈശോനെ അറിയാമായിരിക്കും എനിക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുമെന്ന്. പരിശുദ്ധ അമ്മയും ഈശോയും കൂടി തന്ന സൗഖ്യത്തിന് ഞാൻ നന്ദി പറയുന്നു. 5-ാമത്തെ സാക്ഷ്യം, എൻ്റെ നെക്കിൻ്റെ ഇവിടെയായിട്ട് കഴുത്തിൻ്റെ താഴെയായിട്ട് ചെറിയൊരു കുരു പോലെ വന്നായിരുന്നു. അത് ഒക്ടോബർ മാസത്തിലാണ്. അത് ഡോക്ടറെ കാണിച്ചായിരുന്നു. ഡോക്ടർ അത് പഴുപ്പുള്ളതുകൊണ്ട് കീറിക്കളയണം, പഴുപ്പ് കഴിഞ്ഞിട്ട് കീറിക്കളയാമെന്നാണ് പറഞ്ഞേച്ചത്. അങ്ങനെ ഒരാഴ്ചത്തെ മരുന്ന് വന്ന് ഒരാഴ്ച ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഡോക്ടർ ഉണ്ടാവില്ല, 15 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞ്. പക്ഷേ ഈ 15 ദിവസം ഞാൻ പരിശുദ്ധ അമ്മയ്ക്കാണ് കൊടുത്തത്. പരിശുദ്ധ അമ്മയും ഈശോയും കൂടി എനിക്ക് സൗഖ്യം തരണം, എൻ്റെ ദേഹത്ത് കത്തിവെക്കരുത്, എനിക്ക് പേടിയാണ്, സൂചിയും കത്തിയൊക്കെ എനിക്ക് പേടിയാണ്. എൻ്റെ മോൻ എന്നെ കളിയാക്കിയായിരുന്നു. ഓപ്പറേഷൻ ചെയ്യാൻ അമ്മയ്ക്ക് എന്തിനാ പേടി, 2 മക്കളെ അമ്മ പ്രസവിച്ചതല്ലേ എന്ന്. പക്ഷേ കുഞ്ഞുങ്ങളെ കാണാൻ എല്ലാ അമ്മമാരും കൊതിയോടുകൂടി നിന്ന് കൊടുക്കും, പ്രസവത്തിനാണെങ്കിലും ഓപ്പറേഷനാണെങ്കിലും എന്തിനാണെങ്കിലും. പക്ഷെ അതുപോലെ അല്ലല്ല ഇത്. അപ്പം ഞാൻ ഈശോനോടും മാതാവിനോടും പറഞ്ഞേച്ചി, എൻ്റെ ദേഹത്ത് കത്തിവെക്കരുതേ മാതാവേ, എനിക്ക് പേടിയാണെന്ന്. അമ്മ മാതാവിൻ്റെ തൈലവും ഉപ്പും മിക്സ് ചെയ്ത് ഞാൻ ആ കുരുവിൽ തേക്കുമായിരുന്നു. ഇപ്പോൾ ഒക്ടോബർ കഴിഞ്ഞ് ഇപ്പോൾ ഫെബ്രുവരി ഞാനിവിടെ സാക്ഷ്യം പറയുന്നു. സൗഖ്യം നൽകി അനുഗ്രഹിച്ചിനോർത്ത് ഈശോയോടും മാതാവിനോടും നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനം പത്രം ഞാൻ 2015 മുതലാണ് ഇവിടെ വന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ അവിടെ തേവരപ്പള്ളിയിൽ ഞാൻ പോകുമ്പോൾ അവിടെ നിന്നാണ് പത്രം എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഭയങ്കര ആർത്തിയോടുകൂടിയാണ് ഞാൻ പത്രം എടുത്തുകൊണ്ട് വന്നിട്ട്, ഒരെണ്ണമല്ല, ഞാൻ 1-2 പാത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഞാൻ എനിക്കറിയാവുന്നവർക്ക് കൊടുക്കുമായിരുന്നു. അതേപോലെ തന്നെ ഇപ്പോഴും ഞാൻ പള്ളിയിൽ പത്രം കൊണ്ടു കൊടുക്കും, പിന്നെ എനിക്കറിയാവുന്നവർക്കൊക്കെ കൊടുക്കും. കാരുണ്യ പ്രവൃത്തിയാണെങ്കിലും എൻ്റെ അടുത്ത് സഹായം ചോദിക്കുന്നവർക്ക് എനിക്ക് കൊടുക്കാൻ ഒരുപാട് എടുത്തു കൊടുക്കാൻ എൻ്റെ കയ്യിലുണ്ടാകില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത് ആഴ്ചയിൽ 700 വെച്ച് ഞാനൊരു കുപ്പിയിലിട്ട് വെക്കും. അതിൽ നിന്നാണ് ഞാൻ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തനവും ചെയ്യുന്നത്. ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും കൂടും, ഞാൻ ഷെയർ ചെയ്യും. എല്ലാ ദിവസവും വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് ഒരു വചനം, എൻ്റെ വാട്സപ്പിൽ എന്നും ഒരു വചനം ഉണ്ടാകും. പിന്നെ സാക്ഷ്യങ്ങൾ സ്ഥിരം സാക്ഷ്യങ്ങൾ കേൾക്കും. ഞാൻ വെളുപ്പിനെ 5:30 മണിക്ക് അച്ഛൻ്റെ ഡെയിലി ബ്രെഡിലാണ് ഞങ്ങൾ തുടങ്ങുന്നത് ഞങ്ങളുടെ ജീവിതം. സാക്ഷ്യങ്ങളാണ് എൻ്റെ അടുക്കളയിൽ നിൽക്കുമ്പോൾ 2022 മുതൽ ഈ നിമിഷം വരെയും സാക്ഷ്യങ്ങളും ക്രിസ്ത്യൻ പാട്ടുകളല്ലാതെ എനിക്കറിയില്ല, ഒരു പുതിയ സിനിമയിലെ പാട്ട് പോലും എനിക്കറിയില്ല. ഇത് ഏത് പാട്ടാണെന്ന് പോലും എനിക്കറിയില്ല. ആരെങ്കിലും ചോദിച്ചാൽ എൻ്റെ അടുക്കളയിൽ ഞാൻ നിൽക്കണ നിമിഷങ്ങൾ 5:30 മുതൽ രാവിലെ 8:30 വരെയും എന്നുള്ള സമയങ്ങളിൽ സാക്ഷ്യങ്ങളും ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങളുമാണ് എൻ്റെ അടുക്കളയിലുള്ളത്. കാരണം ആ ഒരു എൻ്റെ അടുക്കളയിൽ കാണാനുമുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ആ കിച്ചണിൽ ഒരു സാധനങ്ങളും കുറവ് മാതാവ് വരുത്താറില്ല. ഞങ്ങൾ കൽപ്പണിയാണ് എൻ്റെ ടെൽസനെങ്കിലും ഞങ്ങൾക്ക് മുട്ട് എന്താണെന്ന്, ഒരു ഭക്ഷണത്തിനൊരു മുട്ട് മാതാവ് ഇതുവരെ വരുത്തിയിട്ടില്ല. എൻ്റെ അടുക്കള എന്നും സമൃദ്ധമായിരിക്കും. മാതാവിൻ്റെയും ഈശോൻ്റെയും അനുഗ്രഹം സാക്ഷ്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു അടുക്കളയാണ്. ഞാൻ എല്ലാവർക്കും സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. ഇനിയുള്ള ജീവിതവും ഉടമ്പടിയിലായിരിക്കണമെന്നാണ് ഞാൻ ഇന്നിപ്പോൾ ഇതിൽ വെച്ചേക്കുന്നത്, ഉടമ്പടി പുതുക്കിയപ്പോൾ വെച്ചേക്കുന്നത്. ബൈബിൾ വായിക്കാറുണ്ട്, അരമണിക്കൂർ അച്ഛൻ പറഞ്ഞേക്കുന്നത് ഞാൻ സമയം കണ്ടെത്തി ബൈബിൾ വായിക്കാറുണ്ട്. എനിക്കിപ്പോൾ 42 വയസ്സായി. ഞാൻ ആദ്യമായിട്ടാണ് ബൈബിൾ വായിച്ച് തീർത്തേക്കണത്. ഇപ്പം ഞാൻ 2ാമത് ബൈബിൾ വായിച്ച് തുടങ്ങി. പിന്നെ സന്ധ്യാപ്രാർത്ഥന മുടങ്ങാറുണ്ട് ഇടയ്ക്ക്, എന്നിലും സന്ധ്യാപ്രാർത്ഥന കൂടാറുണ്ട് പള്ളിയിൽ. അതാണ് ഏറ്റവും വലുത്. നേരത്തെയൊക്കെ കുർബാനക്ക് പോയിരുന്നാൽ പല വിചാരമാണ്, പല ചിന്തകളാണ്, അവിടെ ഇവിടെ നോക്കിയിരിപ്പാണ്. പക്ഷെ ഇന്ന് ഈശോയെ സ്വീകരിക്കുമ്പോൾ എനിക്കറിയില്ല ഞാൻ എന്തൊക്കെ അനുഭൂതിയാണ് അനുഭവിക്കണമെന്നുള്ളത് എനിക്കറിയില്ല. അത്രയും ഞാൻ ഈശോയെ അറിഞ്ഞ് സ്നേഹിച്ച് ജീവിക്കാൻ ഇനിയുള്ള ജീവിതവും അങ്ങനെ തന്നെ ആയിരിക്കണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഒരുപാട് കുറ്റങ്ങളും കുറവുകളും ഉണ്ട്. മാതാവെ ക്ഷമിക്കണമെന്ന് ഞാൻ മാതാവിനോട് പറയുന്നു, ഈശോയോടും പറയുന്നു. ഇനിയും അമ്മ മാതാവിനോട് കൂടെ ചേർന്ന് നിൽക്കാൻ തന്നെയാണ് എനിക്കും എൻ്റെ കുടുംബത്തിനും ആഗ്രഹം. ഈശോയ്ക്കും അമ്മ മാതാവിനും നന്ദി. സാക്ഷ്യം പറയാൻ വൈകിയതിന് ക്ഷമ പറയുന്നു. ദൈവത്തിൽ മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും, എനിക്ക് കുലുക്കം തട്ടുകയില്ല. സങ്കീർത്തനം 62:5-6 വചനമാണ്. നമ്മുടെ മോചനവും രക്ഷയും ദൈവത്തിലാണ്. രക്ഷാശിലയും അഭയവും ദൈവമാണ്. ജീവിതത്തിലെ പ്രതിസന്ധികളിൽ പരിഭ്രാന്തരാകാതെ ദൈവത്തിൽ ക്ഷമയോടെ കാത്തിരിക്കാനാണ് ഉടമ്പടി മക്കൾ ഉടമ്പടിയിൽ വിളിക്കപ്പെട്ടിരിക്കുന്നത്. മനുഷ്യ സഹായം പലപ്പോഴും താൽക്കാലികമായിരിക്കാം. ദൈവം നമ്മളെ താങ്ങുകയും രക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണെന്നാണ് ഉടമ്പടി ജീവിതത്തിൽ ഓരോ മക്കൾക്കും അനുഭവമാകുന്നത്. നമ്മുടെ എല്ലാ പ്രത്യാശയും ദൈവത്തിൽ മാത്രമാണ്.
ഈ ലോകത്തിലെ കാര്യങ്ങളിലല്ല, ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ സംരക്ഷണത്തിലാണ്, ആ സ്നേഹത്തിലാണ്. നമ്മുടെ കോട്ട, നമ്മുടെ സംരക്ഷണം, നമുക്കെല്ലാം പൂർണ്ണ സുരക്ഷയും നൽകുന്നത് ആ ദൈവമാണ്. ആ സുരക്ഷയുടെ ഒരു വലിയൊരു സാക്ഷ്യമാണ് ജെസ്സി ഡെൽസൺ എന്ന ഈ മകൾ നമ്മളോട് പങ്കുവച്ചത്. 2ാം നിലയിൽ നിന്നും വീണ ഒരു വ്യക്തി ദൈവത്തിൻ്റെ പരിപാലനയിലെയും സംരക്ഷണയിലും കാത്തു പരിപാലിച്ചതിൻ്റെ ഒരു സാക്ഷിയായിട്ടാണ് ഈ മകൻ നമ്മുടെ മുൻപിൽ നിൽക്കുന്നത്, പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് നിൽക്കുന്നത്. ഉടമ്പടി എടുത്ത മകളാണ്. അന്നും പതിവ് പോലെ തൈലം തേച്ച് വിട്ടു. കൽപ്പണിയാണ്. ജോലിയുടെ സുരക്ഷാ പ്രശ്നങ്ങളിലാണ് ഈ മകൻ വീണുപോയത്. അവിടെ ഈ പരിശുദ്ധ അമ്മയും ഈശോയും ഈ മകനെ താങ്ങി നിന്ന് സംരക്ഷിച്ചു. 2ാം നിലയുടെ മുകളിൽ നിന്ന് വീണ ഒരു വ്യക്തിയെ സംരക്ഷിക്കുക അത്ര എളുപ്പമല്ല. അത് ഈശോയും അമ്മയും മാത്രം ചെയ്യുന്ന ഒരു സ്നേഹത്തിൻ്റെ, ഒരു സംരക്ഷണത്തിൻ്റെ ഒരു വലയമാണ് ആ മകൻ്റെ ജീവിതത്തിൽ ഈ മകന് എക്സ്പീരിയൻസ് ചെയ്യാൻ, അനുഭവിക്കാൻ സാധിച്ചത്. പിന്നീട് രോഗസൗഖ്യങ്ങളാണ്. ഏത് രോഗം വന്നാലും ഉടമ്പടി തൈലവും ഉടമ്പടി വസ്തുക്കളുമാണ് ഈ മകളുടെ ഏക മരുന്ന്. ബ്രസ്റ്റിൽ മുഴ വന്ന ഒരു ഗ്രോത്ത് വന്നപ്പോൾ ഉടമ്പടി തൈലവും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചാണ് ഉപയോഗിച്ചത്. നെഞ്ചുവേദനയും പുറവേദനയും വന്നപ്പോഴും ഡോക്ടർ പറഞ്ഞ ബ്ലോക്ക് ഉണ്ടായിരുന്നു പറഞ്ഞപ്പോഴും തിയേറ്ററിൽ സ്വന്തം ചേച്ചി ഉടമ്പടിയുടെ ധ്യാനം കേൾക്കുകയായിരുന്നു. ആ സമയത്ത് തന്നെയാണ് ജോസഫ് അച്ഛൻ, നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ധ്യാനത്തിൽ അച്ഛൻ പറയുകയുണ്ടായി, ഒരു ബ്ലോക്കുള്ളവരെ സൗഖ്യപ്പെടുത്തുന്നുവെന്ന്. ആ മകൾ തൽക്ഷണം വിശ്വസിച്ച് ആ സമയത്ത് തന്നെയാണ് ഈ മകൾ ഹോസ്പിറ്റലിലായിരുന്നു. അവരുടെ വിശ്വാസത്താൽ ഈശോ രോഗിനെ സ്ത്രീയോട് പറഞ്ഞതുപോലെ നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ വിശ്വാസം മൂലമാണ് ഈ മകൾക്ക് ആ തൽക്ഷണം ആ രോഗത്തിൽ നിന്ന് സൗഖ്യം ലഭിച്ചത്. പിന്നീട് കഴുത്തിലുണ്ടായിരുന്ന ഒരു ഗ്രോത്തിൻ്റെ കാര്യവും പറഞ്ഞു. അതും ഇതുപോലെ തന്നെയാണ്. ഉടമ്പടി വസ്തുക്കൾ, ഉടമ്പടി തൈലവും മാത്രം ഉപയോഗിച്ചാണ് ഈ മകളുടെ വിശ്വാസത്തിൽ, ഈശോയിലും അമ്മയിലുള്ള പൂർണ്ണ വിശ്വാസമാണ് ഈ മകളുടെ പൂർണ്ണ രോഗസൗഖ്യത്തിന് എല്ലാത്തിനും കാരണമായിരിക്കുന്നത്. ഈശോയുടെ സംരക്ഷണവും ആ രോഗസൗഖ്യവും എല്ലാം വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണ്. ഈ മകളുടെ ജീവിതത്തിൽ പിന്നീട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. എല്ലാ ദിവസവും കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോയോട് പറയുമായിരുന്നു, നീ ഇറങ്ങിപ്പോകുന്ന വഴിയിലെല്ലാം എനിക്ക് രോഗസൗഖ്യം നൽകണേ കർത്താവേ എന്ന് പ്രാർത്ഥിച്ചു. ഈശോയെ നമ്മളും എല്ലാ ദിവസവും സ്വീകരിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയുടെ സമയത്ത് ഈശോ നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരുന്ന ഒരു നിമിഷമാണ്. ആ നിമിഷം നമുക്കും പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ, ഭക്തിയോടെ നമ്മളും ഈശോയെ സ്വീകരിക്കാൻ തയ്യാറാകാം. ആ ഈശോ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലും പുത്ത അനുഭവങ്ങൾ നമുക്കും അനുഭവിക്കാൻ സാധിക്കുന്നത്. ഈശോയും അമ്മയും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സംരക്ഷകനായിട്ട്, നമ്മുടെ ദൈവമായിട്ട്, നമ്മുടെ അഭയശിലയായിട്ട്, നമ്മുടെ കോട്ടയായിട്ട് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമുക്കൊരിക്കലും കുലുക്കം തട്ടുകയില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ ദൈവം നമ്മുടെ സംരക്ഷകനാണ്. ആ സംരക്ഷകനായ ദൈവത്തിൽ നമ്മുടെ എല്ലാ നിയമങ്ങളും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ നേരിടുന്ന ഏത് സാഹചര്യത്തിലും ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് നമ്മുടെ സുരക്ഷിതങ്ങളെല്ലാം ഈ ദൈവമാണ് എന്ന് കരുതി ഈശോയിൽ മാത്രം നമ്മളെ സുരക്ഷകൾ അർപ്പിച്ച് ഒന്നും ഭയപ്പെടാതെ ദൈവത്തിൽ ശരണം പ്രാപിച്ച് ഉടമ്പടി ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാം. ജെസ്സി ഡെൽസന് കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ചാൾസ് എം വർഗീസ് എന്നാണ്. ഇതെൻ്റെ ഭാര്യ അജന പോൾ, എൻ്റെ മൂത്ത മകൾ ഡയാന, രണ്ടാമത്തെ മകൾ ക്രിസ്റ്റീന. ഞങ്ങൾ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. ആദ്യമായി ഉടമ്പടി എടുത്തത് 2025 ഫെബ്രുവരി മാസം 3-ാം തീയതിയാണ്. ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് അമ്മ മാതാവിനും ഈശോപ്പയ്ക്കും 1000 നന്ദി പറയുന്നു. ഞാനാണ് ഉടമ്പടി എടുത്തെങ്കിലും ഞാനും എൻ്റെ ഭാര്യയും ചേർന്നിട്ടാണ് എല്ലാം പ്രാർത്ഥിക്കുമ്പോഴും ഉടമ്പടി എടുക്കാൻ വരുമ്പോഴും ഉടമ്പടി പുതുക്കാൻ വരുമ്പോഴും എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ ഒന്നിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ രണ്ടുപേരുടെയും നിയോഗങ്ങളായിരുന്നു ഞങ്ങൾ എഴുതിയിരുന്നത്. എനിക്കോ എൻ്റെ ഭാര്യയ്ക്കോ വിദേശത്ത് പോയി ജോലി ചെയ്യാനോ പഠിക്കാനോ ഒരു അവസരം ലഭിക്കുക. ഇതും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു ആവശ്യങ്ങളായിരുന്നു ഞങ്ങൾ എഴുതിയിരുന്നത്. അപ്പം എൻ്റെ ഭാര്യയ്ക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നതാണ്. എൻ്റെ അമ്മ മാതാവിനും എൻ്റെ യേശുപ്പയ്ക്ക് 1000 നന്ദി.
ഞാൻ കൃപാസനത്തെക്കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നതിന് കൃപാസനത്തിനെക്കുറിച്ച് ഒരു നെഗറ്റീവ് ഇമേജായിട്ടാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നത്. എന്നാൽ ഞാൻ ആ സമയത്ത് OET എഴുതിയിട്ട് 5 പ്രാവശ്യം എഴുതിയിട്ടും ലിസണിങ് കിട്ടാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പം ഞാൻ യൂട്യൂബ് നോക്കിയും എൻ്റെ മമ്മി വഴിയും കൃപാസനത്തിനെക്കുറിച്ച് എനിക്കറിയാൻ പറ്റി. അന്ന് എൻ്റെ നാട്ടിലുള്ള മിക്കവരും തന്നെ OET എഴുതിയിരുന്നത് ഈ കൃപാസനത്തിൽ വന്നിട്ടാണെന്ന് ഞാൻ അറിഞ്ഞു. അങ്ങനെ ഞാൻ കൃപാസനത്തിൽ പൊക്കോട്ടെ എന്ന് ഞാൻ എൻ്റെ കുടുംബത്തിൽ ചോദിച്ചപ്പോൾ ഇതൊരു കാത്തലിക് സ്ഥാപനമായതുകൊണ്ട് അവിടുത്തെ പള്ളി ആയതുകൊണ്ടും പോകണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും OET എഴുതി. അവിടെ എനിക്ക് ലിസണിങ് പോയി. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്നു. ഞാൻ കരഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് ലിസണിങ് തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതുകൂടാതെ ലൈറ്റിൽ ക്യാൻഡ് പ്രെയർ റിക്വസ്റ്റിൽ ഞാൻ ഈ കാര്യം പറഞ്ഞ് ഞാൻ ഇട്ടു. അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് 7ാം തവണ ലിസണിങ്, അതുവരെ എനിക്ക് ലിസണിങ് കിട്ടാതിരുന്ന ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് മാതാവിനോട് അന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് 7ാം തവണ എനിക്ക് ലിസണിങ്, അത് OET ചെയ്തതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് എനിക്ക് ലിസണിങ് ആണ്. ഇപ്പം അത്രയും നല്ല മാർക്ക് എനിക്ക് തന്ന് എനിക്ക് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അതിനുശേഷം ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഉടമ്പടി എടുത്തു. ഞങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കാനും തുടങ്ങി. കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ മാറ്റിവെച്ച് എൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റ്, ഞാൻ ഒരു ധൈര്യം വന്ന് ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റ് പോവാനും അത് പാസ്സാവാനും എനിക്ക് സാധിച്ചു. ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുമ്പോൾ ആദ്യം ഞാൻ ഗ്രൗണ്ടിൽ പോകും. എന്നിട്ട് ഞാൻ ആദ്യം കേൾക്കുന്നത് അച്ഛൻ്റെ പ്രസംഗങ്ങളും ആണ് ഞാൻ ആദ്യം കേൾക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ഗ്രൗണ്ടിൽ പോയി 8 എന്ന രീതിയിലും H എന്ന രീതിയിലും ആ ഗ്രൗണ്ടിൽ ഞാൻ ഉപ്പ് വിതറും. അതുകൂടാതെ ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റിന് കയറിനേക്കാൾ മുമ്പ് കാറിൽ ഞാൻ ഉപ്പിടും. അങ്ങനെ ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി. അതുകൂടാതെ ഞാൻ CBT എഴുതാൻ പോയി. CBT എഴുതാൻ പോയപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് എനിക്ക് CBT കിട്ടി. എൻ്റെ നേഴ്സിംഗ് ജോലിക്കായിട്ട് അന്ന് ഞാൻ വളരെയേറെ സങ്കടപ്പെട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ പിറ്റേ ദിവസം അവിടെ ചെന്നപ്പോൾ എനിക്ക് ജോലി, ഒരു ഉച്ച സമയത്ത് ഞാൻ ചെന്നപ്പോൾ അവിടെ ഒരു നേഴ്സിംഗ് സൂപ്രണ്ട് എന്നോട് പറഞ്ഞു, ഓക്കെ നിനക്ക് ജോലി റെഡിയാണെന്ന് പറഞ്ഞ് എനിക്ക് ജോലി തന്നു. അതുകൂടാതെ ഞങ്ങൾക്ക് ഒത്തിരി, അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ മാറ്റങ്ങളും ഉണ്ടായി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആത്മീയമായിട്ട് ഒത്തിരി വളരുവാൻ സാധിച്ചു. അതുവരെ ഞങ്ങൾ കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത് തലേദിവസം ശനിയാഴ്ച ഞങ്ങൾ സിനിമ കണ്ട് ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേനും കിടന്നുറങ്ങും. അത് കഴിഞ്ഞിട്ട് 7:30 ആകുമ്പോൾ എണിച്ച് ഞങ്ങൾ ഒരു പള്ളിയുടെ പകുതിയാകുമ്പോൾ, അതായത് എല്ലാവരും ഇരിക്കുന്ന സമയമാകുമ്പോഴത്തേനും ഞങ്ങൾ കയറി 9 മണിയാകുമ്പോഴത്തേനും കയറി ചെല്ലുകയാണ് പതിവ്. അതിൽ നിന്നൊക്കെ ഞങ്ങൾക്കൊരു മാറ്റം വന്നു. ഞങ്ങൾ കുമ്പസാരിച്ച് ശനിയാഴ്ച പോയി കുമ്പസാരിച്ച്, മാസത്തിലൊരിക്കൽ പോയി കുമ്പസാരിക്കും. അത് ശനിയാഴ്ച മാത്രം സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം മാത്രമേ ഞങ്ങൾക്ക് കുമ്പസാരിക്കാൻ അവസരം കിട്ടത്തുള്ളൂ. ആ ശനിയാഴ്ച പോയി കുമ്പസാരിച്ച് ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ പള്ളിയിൽ കുർബാന തുടങ്ങുന്നതിനേക്കാൾ മുമ്പ്, അച്ഛനും അമ്മയ്ക്ക് കയറിനേക്കാൾ മുമ്പ് കുസോയം പ്രാപിച്ച് ഞങ്ങൾ അങ്ങനെ കുർബാന സ്വീകരിക്കാൻ ഞങ്ങൾക്ക് ഇട വന്നു. അതുകൂടാതെ ഒത്തിരിയേറെ ഞങ്ങൾ ദൈവത്തോട് ഞങ്ങൾക്ക് അടുക്കുവാൻ സാധിച്ചു. ദൈവത്തോട് ഞങ്ങൾ ബൈബിൾ വായന, പ്രാർത്ഥന, ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പറയാൻ ഞങ്ങൾ മാതാവുണ്ടെന്നുള്ള ഒരു ധൈര്യത്തോട് ഞങ്ങൾ മുന്നോട്ട് പോയി. ഉടമ്പടിയിൽ പതുക്കെയാണ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് മാതാവ് വന്നത്. ആദ്യം ഇവിടെ വന്ന ദിവസം തന്നെ ഞങ്ങൾക്ക് മാതാവിൽ നിന്ന് അനുഗ്രഹം OET പാസ്സായി. പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിലെ ദൈവത്തോട് ഞങ്ങൾ മാതാവിനൊക്കെയായിട്ട് കൂടുതൽ അടുത്തത് ഞങ്ങൾ പതുക്കെ ഓരോ കാര്യത്തിലൂടെ ദൈവം ഞങ്ങൾ ഒത്തിരിയേറെ വഴി നടത്തി. അത് കഴിഞ്ഞ് ഞാൻ ഒരിക്കലും സ്റ്റുഡൻറ്റ് വിസയ്ക്ക് ഞാൻ പുറത്തേക്ക് പോകില്ല എന്ന് പറഞ്ഞ് ഞാൻ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് പോകാൻ ഞാൻ തയ്യാറായി. അങ്ങനെ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് ഞങ്ങൾ അപ്ലൈ ചെയ്തു. സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് വന്ന് ബ്ലെസ്സിങ് മേടിച്ചു. അച്ഛൻ പറഞ്ഞു 60 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കാര്യം നടക്കുമെന്ന് പറഞ്ഞു. 60 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ സ്റ്റുഡൻറ്റ് വിസയുടെ കാര്യം ശരിയായി. അതിൻ്റെ ഒപ്പം തന്നെ ന്യൂസിലാൻഡ് രജിസ്ട്രേഷന് വേണ്ടി ഞാൻ തയ്യാറെടുത്തിരുന്നു. CGFNS ഒത്തിരിയേറെ പലർക്കും ഒത്തിരി താമസം ഉണ്ടാവുന്നതാണ്. മാതാവ് ഇടപെട്ടതുകൊണ്ട് ഞങ്ങൾക്ക് 2 മാസം കൊണ്ട് ഞങ്ങളുടെ CGFNSൻ്റെ കാര്യങ്ങൾ റെഡിയാക്കുവാൻ സാധിച്ചു. അത് കഴിഞ്ഞിട്ട് എൻ്റെ വിസ വന്നു. കഴിഞ്ഞ ജനുവരി 15-ാം തീയതി ഞാൻ IQന് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു.
സാധാരണ എല്ലാ എക്സാമിനും തലേദിവസം എനിക്ക് ഉറങ്ങാൻ പറ്റാറില്ല. ഞാൻ മൊബൈൽ നോക്കി ആ ഉറക്കക്ഷീണത്തോടു കൂടിയാണ് ഞാൻ ഇതുവരെയുള്ള എല്ലാ എക്സാമും എഴുതിയത്. പക്ഷേ എൻ്റെ ഐക്യുവിന് എക്സാമിന് ഞാൻ പോയത് സന്തോഷത്തോടെയായിരുന്നു. ഞാൻ അവിടെ പോയി എനിക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റി. അതുകൂടാതെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എവിടെയുള്ള എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട് എക്സാം പാടായി പക്ഷെ ജയിച്ചു എന്ന്. പക്ഷേ എനിക്കത് പോരാ, എനിക്ക് എക്സാം എളുപ്പമാക്കി തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. കാരണം എനിക്ക് സമാധാനത്തോടുകൂടി ട്രെയിനിന് തിരിച്ചു പോകണം. ഞാൻ അന്ന് തലേദിവസം ഞാൻ വായിച്ച കാര്യങ്ങളും ട്രെയിനിൽ വെച്ച് ഞാൻ പഠിച്ച കാര്യങ്ങളും അതുകൂടാതെ അന്ന് രാവിലെ പഠിച്ച കാര്യങ്ങളും പല കാര്യങ്ങളും എനിക്ക് ആദ്യമായിട്ട് കാണുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പക്ഷെ രാവിലെ തന്നെ എനിക്കത് കാണുവാൻ ദൈവം സഹായിച്ചു. അതുപോലെ എൻ്റെ മക്കളുടെ ഏജ് ഗ്രൂപ്പിലുള്ള പിള്ളേർക്കുടെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ 2-3 ക്വസ്റ്റ്യൻസ് വരുവാനും അങ്ങനെ എനിക്ക് എക്സാം വളരെ എളുപ്പമായിട്ട് എനിക്ക് എക്സാം ജയിക്കുവാനും ദൈവം സാഹചര്യം തന്നു. ഞാൻ ഫെബ്രുവരി 4-ാം തീയതി ഞാൻ ന്യൂസിലാൻഡിന് സ്റ്റുഡൻറ്റ് വിസയ്ക്കായിട്ട് പോവുകയാണ്. എൻ്റെ ദൈവം എന്നെ ഒത്തിരിയേറെ അനുഗ്രഹിച്ചു. അത് മാതാവ് എന്നെ സഹായിച്ചു. ഇന്ന് എനിക്കൊരു കാര്യം വേണമെങ്കിൽ എനിക്ക് വേറെ ആർക്കുടെ അടുത്തും പറയണ്ട, എനിക്ക് എൻ്റെ റൂമിൽ മുട്ടുകുത്തി നിന്നാൽ മതി, എനിക്ക് മാതാവ് എന്നെ സഹായിക്കും, എനിക്ക് ഉത്തരം തരും. അതുപോലെ ഈ കഴിഞ്ഞ ജനുവരിയിൽ എനിക്ക് വണ്ടിയിൽ കട്ടറി ചാടി എനിക്ക് നല്ല നടുവേദന ഉണ്ടായി. ഞാൻ മാതാവിനോട് പറഞ്ഞു, ഈ നടുവേദന വെച്ച് ഞാൻ എങ്ങനെ ന്യൂസിലാൻഡിന് പോകുമെന്ന്. ഒരാഴ്ചയായിട്ട് എനിക്ക് കണ്ടിന്യൂസ് നടുവേദനയായിരുന്നു. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കഴിഞ്ഞ ഈ ജനുവരിയിൽ ഞാൻ ആദ്യമായിട്ട് ഞാൻ ഈ നടുവേദനയുടെ കാര്യം പറഞ്ഞ് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അന്ന് അച്ഛൻ്റെ പ്രസംഗത്തിൻ്റെ സമയത്ത് മുട്ടുകുത്തി നിന്നപ്പോൾ എനിക്ക് ഭയങ്കര നടുവേദന എടുത്തു. ഞാൻ അപ്പോഴും കരഞ്ഞു പ്രാർത്ഥിച്ചു. അന്ന് ഞാൻ ബസ്സിൽ വന്നപ്പോൾ ഞാൻ ഓർത്തു, ദൈവമേ ബസ്സിൽ വന്നു കഴിഞ്ഞാൽ ഇനിയും വേദന കൂടുമല്ലോ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ മാതാവിനോട് ഒത്തിരി പറഞ്ഞു എനിക്ക് ഈ നടുവേദന മാറണമെന്ന്. പിറ്റേ ദിവസം ഞാൻ വീട്ടിലിരുന്നപ്പോൾ വീണ്ടും എനിക്ക് നടുവേദന വന്നു. ഞാൻ റൂമിലിരുന്ന് ബൈബിൾ വായിച്ച് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. മാതാവ് എനിക്ക് ഉത്തരം നൽകി. അതേ പിന്നെ ഇന്ന് വരെ എനിക്ക് ആ നടുവേദന ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ ചെറുപ്പം തൊട്ടേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, എനിക്ക് കുടുംബമായിട്ട് ദൈവത്തെ ആരാധിക്കുന്ന ഒരു കുടുംബത്തുമായിട്ട് എനിക്ക് ജീവിക്കാൻ സാധിക്കണമെന്ന്. അതെനിക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. അതുപോലെ എപ്പോൾ വേണമെങ്കിൽ എനിക്ക് മാതാവിൻ്റെ മുമ്പിൽ നിൽക്കുവാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കുഞ്ഞുനാൾ തൊട്ട് ഞാൻ ബൈബിൾ വായിക്കും. എൻ്റെ പപ്പയുടെ അമ്മ ഞാൻ എണീച്ച് വരുമ്പോൾ തൊട്ട് ബൈബിൾ എൻ്റെ കൈകളിൽ തരും. ഒരു കണ്ണ് അടച്ചു പിടിച്ചു നോക്കിയാണ് ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നത്. അതുകൂടാതെ പില്ലോ പുറത്ത് സപ്പോർട്ട് കൊടുത്ത് സമാധാനത്തോടെ ഇരുന്ന് ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഈ നടുവേദന വന്നപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത്, ഞാൻ ഇനി മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചോളാം, ബൈബിൾ ഞാൻ നിലത്തിരുന്ന് പ്രാർത്ഥിച്ചോളാം എന്ന്. അതേ പിന്നെ എനിക്ക് നടുവേദന ഉണ്ടായിട്ടില്ല. അതുപോലെ ഞങ്ങളുടെ കുമ്പസാരമോ ഞങ്ങളുടെ കുർബാനയോ വളരെ ഞങ്ങൾക്ക് വർഷത്തിലൊരിക്കൽ കുമ്പസാരിച്ച് കുർബാനയൊക്കെ ഞാൻ ചെറുപ്പത്തിൽ കറക്റ്റ് സമയത്ത് പോയിരുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞത് തൊട്ട് ഞങ്ങൾ കറക്റ്റായിട്ട് പോകാറുണ്ടായിരുന്നില്ല. അതായത് ഞങ്ങൾ പകുതി എത്തുമ്പോഴാണ് പോകാറുന്നത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഒത്തിരിയേറെ ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വന്നത് കുമ്പസാരാണ്. ഇപ്പം എനിക്ക് ഏറ്റവും ജീവിതത്തിൽ അത്ഭുതകരമായിട്ട് തോന്നുന്നത് എൻ്റെ കുമ്പസാരാണ്. ഞാൻ എന്നും ഏത് എക്സാം എഴുതാൻ പോണേക്കാൾ മുമ്പ് കുമ്പസാരിച്ച് പ്രാർത്ഥിച്ച് കുർബാന അനുഭവിച്ചതിന് ശേഷം ഞാൻ പോയി എക്സാമോ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾ വന്നാലും ഞാൻ പോകുന്നത് കുമ്പസാരാണ്. ഇപ്പം ഞങ്ങൾ മാസത്തിന് കുടുംബമായിട്ട് ഞങ്ങൾ 4 പേരും പോയി ഞങ്ങൾ കുമ്പസാരിക്കാറുണ്ട്, കുമ്പസാരിച്ച് കുർബാന കൊള്ളാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും എൻ്റെ യേശു അപ്പയ്ക്കും നന്ദി. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങളിവിടുന്ന് പത്രം വാങ്ങാറുണ്ട്. വാങ്ങിയ പത്രം ഇതുപോലെ നമ്മൾ ആൾക്കാർക്ക് കൊടുക്കാറാണ് പതിവ്. ആദ്യകാലങ്ങളിലൊക്കെ പത്രം കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ പിന്നെ ആയപ്പോൾ ഓരോ പുതുക്കൽ കഴിയുന്തോറും നമുക്ക് പത്രം കൊടുക്കാൻ ഒരു ഉത്സാഹമാണ്. ഇവിടെ വന്നു തിരിച്ച് ആലുവ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ഞാനും എൻ്റെ ഭാര്യയും 2 റൂട്ടിലായിട്ട് നടക്കും. അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഒരു റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് നടക്കും. ഞങ്ങൾ ഒന്ന് അങ്ങോട്ട് പോയി തിരിച്ചു വരുമ്പോഴത്തേക്കും കയ്യിലുള്ള പത്രം മൊത്തം തീരും. അതുപോലെ തന്നെ
പത്രം കൊടുക്കുന്ന സമയത്ത് നമ്മളെ ആൾക്കാരൊക്കെ ചിലപ്പോൾ ചീത്ത പറയാറുണ്ട്. അപ്പം ആദ്യമൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. ഇപ്പോൾ ഓരോ പ്രാവശ്യം ചീത്ത പറയുമ്പോൾ നമുക്ക് സന്തോഷമാണ്, ദൈവം ഇതെല്ലാം കരുതിയിട്ടുണ്ടല്ലോ നമുക്ക് വേണ്ടിയിട്ട് എന്ന്. അതുപോലെ തന്നെ നമ്മുടെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ മെൻ്റലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. അവിടെ പെരുമ്പാവൂർ കൊയിനോണിയ എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. അവിടെ ഒരു സ്കൂളാണ്. അപ്പം അവിടെ ഒരു നേരത്തെ ആഹാരം നമ്മൾ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ന്യൂ ബോൺ ബേബീസ് തൊട്ട് 17 വയസ്സ് വരെയുള്ള കുട്ടികൾ താമസിക്കുന്ന ഒരു ശിശുഭവൻ. അപ്പം അവിടെ ഞങ്ങളുടെ സാലറിയുടെ ഒരു 0.5 ഞങ്ങൾ എല്ലാ പ്രാവശ്യവും കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ അഖണ്ഡ ജപമാല റാലിക്ക് വന്നപ്പോൾ എനിക്ക് സുഗന്ധാഭിഷേകം ലഭിച്ചു. ഇത്രത്തോളം അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും യേശു പാപ്പയ്ക്കും 1000 നന്ദി. അതുപോലെ തന്നെ ഇനിയും ഞാനും എൻ്റെ കുടുംബവും മരണത്തോളം ഉടമ്പടിയിൽ ജീവിക്കും. 105-ാം സങ്കീർത്തനം 43-44 തിരുവചനങ്ങൾ. അവിടുന്ന് തൻ്റെ ജനത്തെ സന്തോഷത്തോടെ, തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഗാനാലാപനത്തോടെ നയിച്ചു. അവിടുന്ന് ജനതകളുടെ ദേശങ്ങൾ അവർക്ക് നൽകി. ചാൾസ് അജ്ന എന്ന ദമ്പതികൾ അവരുടെ മക്കളോടൊപ്പം വന്ന് വളരെ ശക്തമായ, വളരെ ശ്രേഷ്ഠമായ ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നമ്മോട് പങ്കുവച്ചത്. ചാൾസ് ഒരു ഡെൻ്റൽ കോളേജ് പ്രൊഫസറാണ്. ഇവരൊരു ജാക്കോബൈറ്റ് വിശ്വാസികൾ കൂടിയാണ്. ക്രിസ്ത്യാനികളെക്കുറിച്ച് കളിയാക്കി പറയുന്ന ഒരു അക്നോളജ്മെൻ്റാണ് എനിക്ക് ഇവർക്ക് വേണ്ടി കൊടുക്കാൻ തോന്നുന്നത്. സാധാരണ പള്ളിയിൽ വരുന്നത് വളരെ വൈകി വരുമ്പോൾ അവർക്ക് പുറത്ത് നിൽക്കേണ്ടതായി വരാറുണ്ട്. അല്ലെങ്കിൽ വചന പ്രഘോഷണമെല്ലാം കഴിഞ്ഞതിന് ശേഷം, വചനം പങ്കുവച്ചതിന് ശേഷമൊക്കെയാണ് സാധാരണ ഔട്ട്സ്റ്റാൻഡിങ് ക്രിസ്ത്യൻസ് എന്ന് പറയും. അതൊരു പോസിറ്റീവ് അക്നോളജ്മെൻ്റാണ് സാധാരണ കൊടുക്കാറുള്ളത്. പക്ഷേ ചിലരെല്ലാവരും കുർബാന പകുതിയായതിന് ശേഷം ദിവ്യബലിയിലേക്ക് കടന്നു വരുന്നതായി നമുക്ക് കാണാം. പക്ഷേ ഇന്നിവർ സത്യത്തിൽ ഔട്ട്സ്റ്റാൻഡിങ് ക്രിസ്ത്യൻസാണ്. അവർക്കൊരു നല്ല അക്നോളജ്മെൻ്റാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. അവരുടെ ഇൻവെസ്റ്റ്മെൻ്റ് അത്രമാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ വിശ്വാസത്തിനനുസരിച്ച് വിശുദ്ധ ദിവ്യബലിയിൽ അവർക്ക് പങ്കെടുക്കുവാനും അവർ കൃത്യസമയത്ത് വളരെ ഒരുക്കത്തോടുകൂടി തലേ ദിവസം കുമ്പസാരിച്ചുകൊണ്ട് കുർബാന സ്വീകരിക്കുവാനുള്ള വലിയ ഒരുക്കത്തോടു കൂടിയാണ് അവർ ഈശോയെ സ്വീകരിക്കാൻ ഉടമ്പടിയിലൂടെ അവർക്ക് സാധിച്ചത് എന്നവർ ഏറ്റുപറയുന്നു. ഇത് തികച്ചും ഒരു നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിൽ ഉടമ്പടി കണ്ടൻറ്റിൽ ലഭിച്ചിട്ടുള്ള ഒരു സാക്ഷ്യമാണ്. നന്ദി പ്രകാശനമാണ്. അജ്ജന വളരെ സങ്കടത്തോടു കൂടി OET എഴുതിയപ്പോൾ 7 തവണ തോറ്റുപോയതാണ്. ലിസണിങ് വളരെ സങ്കടപ്പെട്ട് എപ്പോഴും വളരെ വിഷമത്തോടു കൂടി എഴുതിയിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ഉടമ്പടി എടുത്ത ഉടനെ തന്നെ പരിശുദ്ധ അമ്മ ഈ മകളെ ഉത്തരങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് വളരെ കൃത്യമായി പഠിപ്പിച്ച് എഴുതിപ്പിച്ച ഒരു എക്സാം വളരെ നന്നായി പാസ്സാകാൻ സാധിച്ചു. അതുപോലെ തന്നെ നേർച്ച വസ്തുക്കളുടെ ഉപയോഗം മൂലം ഈ മകൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയപ്പോൾ താൻ 8H എന്ന അക്ഷരങ്ങളെല്ലാം ഉപ്പുകൊണ്ട് എഴുതി പരിശുദ്ധ അമ്മ എനിക്ക് കാവലായി, എനിക്ക് മുൻപേ ആ വാഹനം ഓടിക്കും എന്നുള്ള വലിയ വിശ്വാസത്തോടു കൂടി ഈശോയിൽ നിന്ന് എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിക്കാനായിട്ട് ഈ മകൾക്ക് സാധിച്ചു. ഇതുപോലെ സ്റ്റുഡൻറ്റ് വിസ എന്നുള്ളത് ഒരു വലിയ ദൂരെയുള്ളൊരു സ്വപ്നമായിരുന്നു. അതെല്ലാം പരിശുദ്ധ അമ്മയുടെ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവർക്ക് വളരെ പെട്ടെന്ന് സാധ്യമായി നൽകി എന്ന് ഏറ്റുപറയുന്നു. മറ്റുള്ളവർക്കെല്ലാം ഈ രജിസ്ട്രേഷൻ വളരെ വൈകി ലഭിച്ചപ്പോൾ ഈ മകൾക്ക് 2 മാസം കൊണ്ട് അത് സാധ്യമായി. നമുക്കറിയാം, സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഈ അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ടത് സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ദുരന്തങ്ങളെയെല്ലാം നീക്കി മാറ്റുവാനാണ് പരിശുദ്ധ അമ്മ നമുക്ക് ഒരു വലിയ ചേതാവനി, ഒരു വലിയ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെല്ലാം അപകടങ്ങൾ നിങ്ങൾക്കുണ്ടാകുവാൻ പോകുന്നു, അവയിൽ നിന്നെല്ലാം എൻ്റെ മധ്യസ്ഥം വഴി ഈശോയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാം, ഈശോയിലേക്ക് നിങ്ങളെ അടുപ്പിക്കാം, നിത്യത നിങ്ങൾക്ക് സമ്മാനമായി നൽകാമെന്നാണ് പരിശുദ്ധ അമ്മ ഈ അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ജോസഫ് അച്ഛന് സന്ദേശം കൈമാറിയത്. ഇതുപോലെ തന്നെ മകളുടെ വലിയൊരു ശാരീരിക അസ്വാസ്ഥ്യമായിരുന്നു നടുവേദന.
ആ നടുവേദനയെല്ലാം തന്നെ പരിശുദ്ധ അമ്മയോടുള്ള ഒരു നല്ല കമ്മ്യൂണിക്കേഷനോടുകൂടി, അമ്മേ ഇനി ഞാൻ എന്തു ചെയ്യണം, അങ്ങല്ലാതെ എനിക്ക് വേറെ ആരുമില്ലല്ലോ, ഇനി ഞാൻ മുട്ടിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാം, വചനം വായിക്കാം എന്നൊക്കെയുള്ള വലിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, എൻ്റെ മടി എല്ലാം മാറ്റി ഞാൻ ഈശോയെ സ്നേഹിക്കുന്നതിൻ്റെ വലിയ ഒരു ഡിസ്പൊസിഷൻ ഞാൻ കാണിച്ചു തരാം എന്നെല്ലാമുള്ളൊരു പ്രതിജ്ഞകൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചപ്പോഴാണ് ഈ മകൾക്ക് വലിയ സൗഖ്യങ്ങളുണ്ടായത് എന്ന് മകൾ ഏറ്റു പറയുന്നു. ഇപ്പോൾ എത്ര തന്നെ പ്രാർത്ഥിക്കാൻ ഇവർക്ക് മടിപ്പില്ല. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാനായാലും ഇവർ രണ്ടുപേരും ഒന്നിച്ചാണ്. വളരെ മോഡലായിട്ടുള്ള, നമുക്ക് വളരെ അനുകരണീയമായ ഒരു ഫാമിലിയാണിവർ. റോഡിൻ്റെ ഇരുവശത്ത് നിന്ന് പത്രങ്ങൾ കൊടുത്തുകൊണ്ട് അവർ വളരെ സ്നേഹപൂർവ്വം ഉടമ്പടി എന്താണെന്ന് പഠിപ്പിച്ചതിന് ശേഷമാണ് അവർ വീട്ടിലേക്ക് മടങ്ങിപ്പോയിരുന്നത്. അതുപോലെ തന്നെ അവരുടെ വലിയ ആസ്തി അവർക്ക് ഈശോയെ എന്തിനാണ് ഞങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ കാണിക്കുന്നത് എന്നുള്ളൊരു ആശങ്ക പലർക്കുമുണ്ട്. പക്ഷേ ഈശോ ചോദിക്കുന്ന ചോദ്യത്തിന് നമ്മൾ ഉത്തരം കൊടുക്കുകയാണ്. എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു, ഞാൻ നഗ്നനായിരുന്നു, ഞാൻ പരദേശവാസിയായിരുന്നു, ഞാൻ കാരാഗ്രഹവാസിയായിരുന്നു എന്നുള്ളതിൻ്റെ എല്ലാം ഉത്തരമാണ് നാം നമ്മുടെ കാരുണ്യ പ്രവൃത്തികളിലൂടെ ചെയ്യുന്നത്. ഈ കുടുംബം അത് വളരെ ഭംഗിയായി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ശമ്പളത്തിൻ്റെ, ഇവരുടെ അധ്വാനത്തിൻ്റെ പ്രതിഫലം നല്ലൊരു ശതമാനം അവർ പാവപ്പെട്ടവർക്കായി മാറ്റിവെച്ചിട്ടുണ്ട്. അതെല്ലാം ഇവരുടെ വലിയ ഈശോയോടുള്ള വലിയ പ്രതിജ്ഞകളാണ്. അതെല്ലാം കൃത്യമായി പാലിക്കുവാൻ ദൈവം അവരെ അനുഗ്രഹിക്കുന്നു. ഇവരുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ വിസ പ്രോസസ്സിങ്ങിലും ശാരീരികാസ്വാസ്ഥ്യങ്ങളിലും എല്ലാം വളരെയധികം വേദനിക്കുന്ന എല്ലാ മക്കളെയും നമുക്ക് അവരുടെ എല്ലാ നിയോഗങ്ങളെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ചാൾസിൻ്റെയും അച്ഛൻ്റെയും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് ഒരു നല്ല കയ്യടിയോടെ അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി. എൻ്റെ പേര് ടീന, ഇതെൻ്റെ ഹസ്ബൻഡ് സിജോ. ഞങ്ങളിവിടെ ആലപ്പുഴ പൂങ്കാവ് ഇടവകയിലുള്ളവരാണ്. ഞാൻ 2023 ഓഗസ്റ്റ് 23 ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യമെന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവിന് അസഹനീയമായ കൈവേദനയായിരുന്നു. പുള്ളിക്ക് തൈറോയ്ഡ് ഗ്ലാൻഡിൽ ഒരു സിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ 2017 ഈ സിസ്റ്റ് ഗ്ലാൻഡ് എടുത്തു കളഞ്ഞതാണ്. അപ്പോൾ ഈ കൈവേദന വരുമ്പോഴൊക്കെ ഞങ്ങൾ വിചാരിക്കുന്നത് തൈറോയിഡിൻ്റെ വേരിയേഷനിൽ വരുന്നത് കൊണ്ടാണ് അങ്ങനെ കൈവേദന വരുന്നത് എന്നാണ് വിചാരിച്ചിരുന്നത്. അങ്ങനെ വേദന തുടർന്നു മാസങ്ങളായി, സഹിക്കാൻ പറ്റാതെയായി. രാത്രി കാലങ്ങളിൽ ഉറങ്ങാതെ എണീറ്റിരുന്ന്, വേദന കൊണ്ട് എണീറ്റിരുന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ കരച്ചിലായി. അങ്ങനെ ഒരു ദിവസം പുള്ളി തന്നെ എന്നോട് പറഞ്ഞ് നമുക്ക് കൃപാസന മാതാവിൻ്റെ അടുത്ത് പോയി ഒന്ന് ഉടമ്പടി എടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നു. ഇങ്ങനെ 2023 ഓഗസ്റ്റ് 23 ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. അന്നൊരു ബുധനാഴ്ചയായിരുന്നു. ഉടമ്പടി എടുത്ത് അപ്പോൾ പുള്ളി മരുന്ന് കഴിക്കുന്നുണ്ട്. ഞങ്ങളടുത്തൊരു ഡോക്ടറെ കണ്ട് കുറച്ച് ദിവസങ്ങളായി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അങ്ങനെ ഉടമ്പടി എടുത്ത് ബുധനാഴ്ച ഉടമ്പടി എടുത്തു. വെള്ളിയാഴ്ച ഉച്ചയായപ്പോൾ വെള്ളിയാഴ്ച ഉച്ചക്കത്തെ മരുന്ന് കഴിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ട് ശരീരം മുഴുവൻ വന്ന് തടിച്ച് പൊങ്ങി, ചുവന്ന കളറിൽ ഫുള്ള് തടിച്ചു പൊങ്ങി. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞങ്ങളാകെ എല്ലാവരും വിഷമിച്ചു. അങ്ങനെ ഈ മരുന്ന് തന്ന ഡോക്ടറെ അടുത്ത് തന്നെ ഞങ്ങൾ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇത് മെഡിസിൻ ഇനി പറ്റത്തില്ല, നിങ്ങൾ ഒരു ന്യൂറോ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കണം, എന്തോ ഞരമ്പ് സംബന്ധമായ എന്തോ അസുഖമായിരിക്കാം, നിങ്ങൾ ന്യൂറോയിൽ കാണിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മരുന്ന് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. ന്യൂറോ ഡോക്ടറെ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കാൻ വേണ്ടി പോയി. ഡോക്ടർ ഞങ്ങൾ അപ്പോയിൻമെൻ്റ് എടുത്ത് ഡോക്ടറെ കണ്ടു. ഡോക്ടർ ഞങ്ങളോട് പേര് തിരക്കി കാര്യം പറഞ്ഞ് ഉടനെ തന്നെ ഡോക്ടർ ആദ്യം എഴുതിയത് നിങ്ങൾ MRI സ്കാൻ ചെയ്തിട്ട് വരാനാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അന്ന് തന്നെ വൈകുന്നേരം MRI സ്കാൻ ചെയ്യാൻ പോയി. 2 ദിവസത്തിന് ശേഷമാണ് MRIയുടെ റിസൾട്ട് വന്നത്. അപ്പോൾ ഈ 2 ദിവസം കൊണ്ട് ഞങ്ങൾ ഉരുകിത്തീർന്നു. MRI ചെയ്യാൻ പറയുമ്പോൾ അതുപോലെ തക്കതായ എന്തോ അസുഖം ഉണ്ടായിരിക്കാം, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്നുള്ള ടെൻഷനിൽ ഞങ്ങൾക്ക് ഏക ആശ്രയം മാതാവിൻ്റെ ഉടമ്പടി മാത്രമായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്ത അന്ന് മുതൽ പുള്ളിയുടെ 2 കൈയിലും, അതിന്നും തുടരുന്നുണ്ട്, 2 കൈയിലും എണ്ണ എടുത്ത് കുരിശ് വരച്ച് പ്രാർത്ഥിക്കും. മാതാവിൻ്റെ തൈലം എടുത്ത് കുരിശ് വരച്ച് പ്രാർത്ഥിക്കും. അതുപോലെ ഉപ്പ് ഞങ്ങളെല്ലാവരും രാത്രി പ്രാർത്ഥനയ്ക്ക് ശേഷം തൈലം കൊണ്ട് കുരിശ് വരയ്ക്കുകയും ഉപ്പ് നാക്കിലിടുകയും ചെയ്ത് അതെല്ലാ ദിവസവും ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെ ഞങ്ങൾ MRIയുടെ റിസൾട്ട് കിട്ടി. റിസൾട്ടുമായി ഡോക്ടറെ കാണാൻ വേണ്ടി ഡോക്ടറെ വീട്ടിൽ നിൽക്കുവാണ്. അപ്പോൾ ഞങ്ങൾക്ക് മുന്നത്തെ ആൾ കയറിയപ്പോൾ ഞാൻ മനസ്സിലോർത്ത് എനിക്ക് ഇനി എന്താണ് പറയുന്നതെന്ന് കേൾക്കാനുള്ളൊരു ധൈര്യമില്ല, മാതാവ് മാത്രമേ ഞങ്ങൾക്ക് ആശ്രയമുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഡോക്ടർ ഞങ്ങളുടെ ടോക്കൺ വിളിച്ചു, ഞങ്ങൾ അകത്ത് കയറി.
അകത്ത് കയറി MRIയുടെ റിസൾട്ട് നോക്കിയിട്ട് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞ്, എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞ്, തനിക്ക് എന്താണ് സത്യത്തിൽ, തനിക്ക് ഒരു കുഴപ്പവും ഇല്ല, തനിക്ക് ആരാ പറഞ്ഞ തനിക്ക് കൈവേദനയുണ്ടെന്ന്. MRI റിസൾട്ടിൽ തനിക്ക് ഈ പ്രായത്തിൻ്റേതായിട്ടുള്ള പോലും ഒരു പ്രശ്നവും ഇല്ല. എന്നിട്ട് ഡോക്ടറുടെ ലെറ്റർ പാഡിൽ മരുന്നോ പേരോ ഒന്നും എഴുതിയില്ല. അങ്ങനെ ഒരു ഡോക്ടറെ അടുത്ത് ഞങ്ങൾ പോയിട്ട് പോലും ഇല്ല. അപ്പം ഞങ്ങൾക്കതൊരു വിശ്വാസമുണ്ട്, അത് മാതാവാണ് ഞങ്ങൾക്കതങ്ങനെ മാറ്റി തന്നത്. കാര്യം മാസങ്ങളായിട്ട് എൻ്റെ 2 വയസ്സുള്ള കുഞ്ഞിനെ ഒന്ന് എടുക്കാനോ ഒരു വണ്ടി ഒന്ന് ഡ്രൈവ് ചെയ്യാനോ ഒന്നും പുള്ളിക്ക് പറ്റത്തില്ല. അത്ര കൈവേദനയായിരുന്നു, ഉറക്കമില്ല, ഇരിക്കാൻ പറ്റത്തില്ല, ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പക്ഷേ ഞാൻ മാതാവിൻ്റെ ഉടമ്പടി എടുത്ത് 3-ാമത്തെ ദിവസം മാതാവ് എനിക്കൊരു വലിയ അത്ഭുതമായിരുന്നു. അത് എനിക്കിപ്പോഴും അത് ഓർക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതിനു വേണ്ടി മരുന്ന് കഴിച്ചതാണ്. ഉടമ്പടി എടുത്ത് 3-ാമത്തെ ദിവസം മരുന്ന് സ്റ്റോപ്പ് ചെയ്തതാണ്. പിന്നെ അന്ന് മുതൽ ഈ നിമിഷം വരെ ഞങ്ങൾ ആ ഒരു അസുഖത്തിന് പുള്ളി ഇതുവരെ മരുന്ന് കഴിച്ചിട്ടില്ല. പിന്നെ അങ്ങനൊരു വേദന ഇതുവരെ വന്നിട്ടുമില്ല. പിന്നെ 2-ാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ പുള്ളി ഒരു പബ്ലിക് സെക്ടർ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്, പൊതുമേഖലാ സ്ഥാപനത്തിലാണ്. കൊറോണയ്ക്ക് ശേഷം സ്ഥാപനം ആകെ തകർന്നു. സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് സാലറി പോലും മാസങ്ങളായിട്ട് സാലറി പോലും ഇല്ല. ഞങ്ങൾ ഒരുപാട് വിഷമിച്ചു. അതായത് പെട്രോൾ അടിക്കാനുള്ള സാമ്പത്തികം പോലും ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ആകെ മുതൽക്കൂട്ടെന്ന് പറയാൻ കുറച്ച് സ്വർണം മാത്രമേ ഉള്ളായിരുന്നു, അല്ലാതെ വേറെ ഒന്നും ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ഞങ്ങളുടെ സാമ്പത്തിക ബാധ്യതകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കൂടെ മാറ്റിത്തരാൻ അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഓഗസ്റ്റിൽ ഞാൻ ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മനസ്സിൽ വിചാരിച്ചത് ഒരു സ്റ്റേഷനറിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും, അതായത് നശിച്ചു പോകുന്ന സാധനങ്ങളില്ലാത്ത എന്തെങ്കിലും ഒരു കട തുടങ്ങണം, ഞങ്ങൾക്കൊരു ചെറിയൊരു സഹായം കൂടെ ആകണം. അങ്ങനെ ഒരു അനുഗ്രഹം മാത്രമേ, അങ്ങനെ ഒരു പ്രാർത്ഥന മാത്രമേ ഞങ്ങൾക്കുള്ളായിരുന്നു. അങ്ങനെ ഞാൻ അങ്ങനെയാണ് ഉടമ്പടിയിൽ വെച്ചത്. എനിക്കൊരു സാമ്പത്തികം, എനിക്കൊന്ന് എന്നെ സഹായിക്കണം, എനിക്ക് അതിന് വേണ്ടി കൂടി ഒരു മാർഗ്ഗം മാതാവ് ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് ഞാൻ മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ. അങ്ങനെ ഞങ്ങൾ കടകളൊക്കെ പോയി, വാടകയ്ക്ക് കടകളെടുക്കാൻ, സ്റ്റേഷനറി തുടങ്ങാൻ വേണ്ടി വാടകയ്ക്ക് കടകളൊക്കെ പോയി നോക്കി. 3-4 സ്ഥലത്ത് തിരക്കി. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഹസ്ബൻഡിൻ്റെ അച്ചായൻ ഞങ്ങളോട് പറഞ്ഞു, നമുക്ക് സ്റ്റേഷനറി അങ്ങനെ ഒന്നും തുടങ്ങണ്ട, നമുക്ക് സ്വർണ്ണ പണയത്തിൻ്റെ ഒരു സ്ഥാപനം നടത്താം. അതാകുമ്പോൾ നമുക്കതിനെ കൊണ്ട് നഷ്ടവും ഇല്ല, ഒരു ദിവസം അടച്ചിട്ടാലും കുഴപ്പമില്ല, നമ്മുടെ കയ്യിലുള്ള സ്വർണം വിറ്റ് പൈസ ആക്കിയാലും അതിന് ബദലായി നമ്മുടെ കയ്യിൽ വരുമാനം വരും. അപ്പം നിങ്ങൾ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ തിരക്കിയാൽ മതി, വേറെ ഒന്നിനെക്കുറിച്ച് നിങ്ങൾ ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പുള്ളി പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ പിന്നെ അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ തുടർന്നു, അതിൻ്റെ പുറകെ പോകാൻ തുടങ്ങി. അങ്ങനെ 23 ഓഗസ്റ്റിൽ ഞാൻ ഉടമ്പടി എടുത്തു. 11/12/23, അതായത് ആ വർഷം തന്നെ ഡിസംബർ 11-ാം തീയതി മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ ഒരു സ്വർണ്ണ പണയ സ്ഥാപനം സ്വന്തം കെട്ടിടത്തിൽ, ഞങ്ങൾ വാടകയ്ക്ക് തുടങ്ങാമെന്ന് മനസ്സിൽ ആഗ്രഹിച്ച് ഇറങ്ങി തിരിച്ചവരാണ്. പക്ഷെ മാതാവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം സ്വന്തം കെട്ടിടത്തിൽ ഞങ്ങളിപ്പോൾ 2 വർഷം പിന്നിട്ടിരിക്കുവാണ്. ഒരു ബാങ്ക് ബാലൻസോ 1 രൂപ പോലും ഞങ്ങളുടെ കയ്യിൽ ഇല്ലായിരുന്ന ഞങ്ങളിപ്പോൾ മാതാവ് IT റിട്ടേൺ ചെയ്യുന്ന ആ ഒരു ലെവലിൽ വരെ എത്തിച്ചു. അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി. എത്ര പറഞ്ഞാലും മതിയാകത്തില്ല. ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഞങ്ങളിരിക്കുന്ന ക്യാബിൻ്റെ അകത്ത് ഞാൻ ഏറ്റവും വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ജോസഫച്ചൻ പറയുന്ന വാക്കുകൾ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അത് സത്യമായിട്ട് ഞങ്ങളത് വിശ്വസിക്കുന്നു. പിന്നെ ഞങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞാൽ വൃദ്ധസദനങ്ങൾ, ഒരുപാട് അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഉണ്ട്. അങ്ങനെ വൃദ്ധസദനങ്ങൾ ഞങ്ങൾ സന്ദർശിക്കാറുണ്ട്. അവർക്ക് ആവശ്യമായ സാധനങ്ങൾ കൊണ്ടു കൊടുക്കാറുണ്ട്. സാമ്പത്തികമായാണേലും അല്ലാതെ ആണേലും അവർക്ക് വേണ്ട കാര്യങ്ങൾ ഞങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം, പത്രവിതരണം, അത് ഞങ്ങൾ മുടക്കാറില്ല. ഞങ്ങളിപ്പോൾ ദൂരെ എവിടെ പോയാലും, ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ മാസം ഞങ്ങളൊന്ന് വേളാങ്കണ്ണി പോയി. അപ്പം ഞാൻ ഇവിടെ വന്ന് തമിഴ് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി അവിടെയുള്ള സഹോദരങ്ങൾക്ക് എന്നെക്കൊണ്ടാകുന്നവരോട് എല്ലാവരോടും ഞാൻ മാതാവിനെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. എൻ്റെ മരണം വരെ എനിക്കും എൻ്റെ ഭർത്താവിനും മക്കൾക്കും ഉടമ്പടിയിൽ തുടരണം എന്നൊരു പ്രാർത്ഥന മാത്രമേ എനിക്കിപ്പോൾ ഉള്ളൂ. അത് അമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെ ഞാൻ ഈ സാക്ഷ്യം ഇവിടെ സമർപ്പിക്കുന്നു. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 17-ാം അധ്യായം 7-ാം തിരുവചനം, 7ഉം 8ഉം തിരുവചനങ്ങൾ. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്,
അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല. അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല. അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വന്ന ടീന സിജോ എന്ന ദമ്പതികൾ അവരുടെ വളരെ ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ ഏറ്റുപറഞ്ഞത്. ടീനയ്ക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ എല്ലാം നഷ്ടമായപ്പോൾ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നത്, ആകെ കൂടി ഉണ്ടായിരുന്നത് ഉടമ്പടി മാത്രമാണ്. ഉടമ്പടി എന്നാൽ എല്ലാം സർവോത്കൃഷ്ടം, സ്നേഹം സർവോത്കൃഷ്ടം എന്ന് പൗലോസ്ലീഹ പറയുന്നത് പോലെ ഞങ്ങൾക്കാകെയുള്ളത് ഉടമ്പടി, ദൈവസ്നേഹം മാത്രമായിരുന്നു. ഉടമ്പടി എന്നത് സ്നേഹമാണെന്ന് തിരിച്ചറിയുന്ന ഒരു വലിയ പ്രാർത്ഥനാ പദ്ധതിയിലേക്ക് നാം കടന്നു വരുമ്പോൾ ടീനയ്ക്കും സിജോയ്ക്കും മനസ്സിലായത്, ഈശോയെ സ്നേഹിക്കുന്നതിലൂടെയുള്ള ഒരുപാട് ജീവിത അനുഭവങ്ങൾ, അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ കാര്യങ്ങളും പരിശുദ്ധ അമ്മ തന്നെ മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് അവരെ അടിക്കടി ഉയർത്തിക്കൊണ്ടുള്ള ഒരു ജീവിത സാക്ഷ്യം അവർ ഏറ്റുപറയുകയായിരുന്നു. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ വലിയ ജീവിതഭാരം ലഘൂകരിച്ചു കൊടുത്ത ഒരു നല്ല സാക്ഷ്യമാണ് സിജോയ്ക്കുള്ളത്. മാസങ്ങളായി കൈവേദന കൊണ്ട് പുളഞ്ഞിരുന്ന സിജോ ഉടമ്പടി എടുത്ത 3-ാം ദിവസമാണ് MRI ടെസ്റ്റ് നടത്തിയപ്പോൾ യാതൊരു അസുഖത്തിൻ്റെ യാതൊരു മാർക്ക് പോലുമില്ലാതെ അദ്ദേഹത്തിന് സൗഖ്യം നൽകി പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ സൗഖ്യമുള്ളവനായി ഇന്ന് അൾത്താരയിൽ നിൽക്കുന്നത്. അതിലൂടെ അവർക്ക് വളരെ വലിയ വിശ്വാസ കൈമാറ്റം നടത്താനായിട്ട് സാധിച്ചു എന്ന് ടീന ഏറ്റുപറയുകയാണ്. ഈശോ നമ്മളെ ജീവിതത്തിൻ്റെ നാഥനും രക്ഷകനുമായി നാം എപ്പോഴാണോ ഏറ്റുപറയുന്നത്, വിശ്വാസ കൈമാറ്റം ചെയ്തിരിക്കുന്നത്, അതോടുകൂടി അവിടുത്തെ അന്വേഷിക്കുകയും അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ നമ്മുടെ എല്ലാ കാര്യവും കൂട്ടിച്ചേർക്കുന്നതായിട്ടാണ് ഈ സാക്ഷ്യത്തിൽ നിന്ന് നാം വായിച്ചെടുക്കുന്നത്. ഇവരുടെ വലിയ പ്രതിസന്ധിയായിരുന്നു കോവിഡ് കാലത്തുണ്ടായ അവരുടെ എല്ലാ സാമ്പത്തിക പ്രതിസന്ധികൾ. അതിൽ നിന്ന് അവരൊരു ചെറിയ തുടക്കം തുടങ്ങാം പരിശുദ്ധ അമ്മയോട് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു, ഞങ്ങൾക്കൊരു ചെറിയ സ്റ്റേഷനറി സ്റ്റോറെങ്കിലും തുടങ്ങാനുള്ള കൃപ നൽകണമേ എന്ന്. അമ്മയുടെ കയ്യിൽ നാം നൽകുന്ന കാര്യങ്ങൾക്ക് അമ്മ നമ്മൾ വലിയ പദ്ധതികളാണ് നമുക്ക് വേണ്ടി ഒരുക്കുന്നതെന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മോട് പറയാറുണ്ട്. ഇത് ഉടമ്പടി ഒരു ഹെവി ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് വലിയ കാര്യങ്ങൾ മാത്രമേ നാം പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യാവൂ. കാരണം നാം ഈശോയ്ക്ക് നൽകുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് വലുതായിരിക്കുന്നതുകൊണ്ട് ഈശോ നമുക്ക് നൽകുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് വലിയതാണെന്ന്, വളരെ വലിയതാണെന്ന് അച്ഛൻ നമ്മോട് വളരെ ഉറപ്പായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ ഇവരൊരു ചെറിയ ആഗ്രഹമാണ് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചത്. ഞങ്ങൾക്കൊരു ചെറിയ സ്റ്റേഷനറി സ്റ്റോർ തുടങ്ങാനുള്ള ആഗ്രഹമുണ്ട്. പരിശുദ്ധ അമ്മ ഒരു ധനകാര്യ സ്ഥാപനം തന്നെ തുടങ്ങാനുള്ള വലിയ പദ്ധതി അവർക്ക് നൽകി. ഈശോ ദൈവം നമ്മോട് അരുളി ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് നമുക്കായി ഒരുക്കുന്നത്. ഇവരുടെ ക്ഷേമത്തിനുള്ള പദ്ധതി ഇന്ന് വളരെയധികം ഇൻകം ടാക്സിന് കണക്ക് കൊടുക്കേണ്ട ഒരു വലിയ പദ്ധതിയിലേക്കാണ് പരിശുദ്ധ അമ്മ അവരെ നയിച്ചിട്ടുള്ളത്. അങ്ങനെ അവർ കണ്ടുപിടിച്ചിരിക്കുന്നത് വയലിൽ ഒളിഞ്ഞുകിടക്കുന്ന നിധി, സ്വർഗരാജ്യമെന്ന നിധി ഇവർ കണ്ടുപിടിച്ചിരിക്കുകയാണ്. വയലിൽ ഒരു നിധി ഉണ്ടെന്ന് കണ്ടാൽ നാം ആ സ്വർഗരാജ്യം വാങ്ങാനായി, മറ്റുള്ളതെല്ലാം വിറ്റ് ആ നിധി വാങ്ങാനായി, വയൽ വാങ്ങാനായി നാം കാത്തിരിക്കുമെന്ന് സ്വർഗരാജ്യത്തെക്കുറിച്ച് ഈശോ നമ്മെ ഉപമകളിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ടീനയ്ക്കും സിജോയ്ക്കും ഒരു വലിയ സ്വർഗരാജ്യമെന്ന ഈശോ എന്ന നിധി അവർക്ക് ഉടമ്പടിയിലൂടെ ലഭിച്ചിരിക്കുകയാണ്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളെയെല്ലാം, സങ്കടങ്ങളെയും കണ്ണുനീരിനെയും എല്ലാം ഈശോ കാണുന്നുണ്ട്. നമ്മുടെ പേരുകൾ അവിടുത്തെ ഉള്ളംകൈയിൽ എഴുതി സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു വലിയ ഉറപ്പാണ് ഈ ടീനയുടെയും സുജോയുടെയും സാക്ഷ്യം. ഇവരുടെ ജീവിതാനുഭവങ്ങളിലൂടെ പരിശുദ്ധ അമ്മ പ്രവർത്തിക്കുന്നതിനും മധ്യസ്ഥം ഉപേക്ഷിക്കുന്നതിനും അവർക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ടും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി ഈ സാക്ഷ്യം. ആദ്യമേ തന്നെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 100,000 നന്ദി പറയുന്നു. എൻ്റെ പേര് ഷിജി ജെയ്സൺ. ഞാൻ മലയാറ്റൂരിനടുത്ത് നടുവട്ടം ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ആദ്യമായിട്ട് കടന്നു വന്നത് ഒരു ടൂറ് പോയതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ കടന്നു വന്നത്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് വെറുതെ ഇവിടെ ഓരോരുത്തർ പറയുന്നത് കേട്ടപ്പോൾ എന്താ നടക്കണതെന്ന് നോക്കാൻ വേണ്ടി അങ്ങനെ ഞങ്ങൾ വന്നു. അപ്പോൾ ജസ്റ്റ് ഒരു ഉടമ്പടി എടുത്ത് പോയി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മകൻ വന്നായിരുന്നു, അവനും ഉടമ്പടി എടുത്ത് പോയി. അവരൊക്കെ ഉടമ്പടി എടുത്തത് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചില്ല. ഇതെൻ്റെ ഭർത്താവ് ജെയ്സൺ, ഇത് എൻ്റെ മകൾ റോസ്മേരി. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ രണ്ടാമത്തെ മകൻ സെമിനാരിയിൽ പഠിക്കണേ. അപ്പോൾ അവൻ പറയും അമ്മച്ചിയുടെ അപ്പച്ചൻ്റെ ഒക്കെ പ്രാർത്ഥന ഉണ്ടെങ്കിലാണ് എനിക്കിവിടെ പിടിച്ച് നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് അവനെപ്പോഴും പറയായിരുന്നു. അപ്പോൾ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഒരുപാട് നന്നായിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. എല്ലാ ദിവസവും കുർബാനയ്ക്കൊക്കെ പോകും. അങ്ങനെ ചെയ്യുന്ന മക്കളായിരുന്നു.
പക്ഷേ ഒത്തിരി നാളായിട്ട് നമ്മുടെ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് താമസം വരുമ്പോൾ പ്രാർത്ഥനയിൽ കുറേ അകന്നു പോയി തുടങ്ങി. കുർബാന ഡെയിലി പോയിക്കൊണ്ടിരുന്നതൊക്കെ ഞായറാഴ്ച മാത്രമായിട്ട് അങ്ങനെ ചുരുങ്ങിപ്പോയി. അപ്പം ഞാൻ തന്നെ വിചാരിച്ചു ഇങ്ങനെ പോയാൽ ശരിയാവില്ല, എൻ്റെ കുടുംബത്തിന് ഇങ്ങനെ ഓരോ ഇതുങ്ങൾ വന്നുകൊണ്ടിരിക്കണത്. എൻ്റെ മകളാണെങ്കിൽ ജർമ്മനിക്ക് പോകാനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതും നടക്കണില്ല. അപ്പോൾ അങ്ങനെ കുറേ തടസ്സങ്ങൾ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ഉടമ്പടി എടുക്കാം എന്ന് വിചാരിച്ച് ഞാൻ തന്നെ ഉടമ്പടി എടുക്കാൻ വന്നത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് കുറേ പേര് എന്നോട് പറയുന്നുണ്ട്, നീ പോയി ഒരു ഉടമ്പടി എടുക്കുക. പിന്നെ ഞാനൊരു കിഡ്നിയിൽ ഒരു കംപ്ലൈൻ്റ് ഉള്ളൊരു വ്യക്തി കൂടിയാണ്. ക്രിയാറ്റിൻ്റെ ലെവൽ കൂടി വരുന്ന ഒരവസ്ഥയുണ്ട് എനിക്ക്. അതൊരു 5 വർഷത്തോളമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് നീ പോയി ഒരു ഉടമ്പടി എടുക്കുന്നത്. പക്ഷെ ഞാനതിനൊന്നും കൂട്ടാക്കാറില്ല. ഞാൻ വിചാരിക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അങ്ങനെ തന്നെ വിചാരിച്ചാണ് ഞാൻ മുന്നോട്ട് പോയി. പക്ഷേ ഉടമ്പടി ഞാൻ എടുത്തു. ഉടമ്പടിയിൽ എൻ്റേതായിട്ടുള്ള ഫസ്റ്റ് ഉടമ്പടി എടുത്തപ്പോൾ എൻ്റേതായിട്ടുള്ള രോഗത്തിൻ്റെ വിവരം അങ്ങനെയൊന്നും ഞാൻ വെച്ചിരുന്നില്ല. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് തുടങ്ങിയതിൻ്റെ അത് ഫസ്റ്റ് തന്നെ തുടങ്ങിയത് എനിക്ക് ഈ പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കണം, കുർബാനയ്ക്കൊക്കെ മുടങ്ങാണ്ട് പോകാൻ പറ്റണം, ആ ഒരു ഇതിനകത്ത് വളർന്നു വരാൻ വേണ്ടിയാണ് ഞാൻ ഉടമ്പടിയിലേക്ക് ഫസ്റ്റ് വന്നത്. പിന്നീടാണ് ഫസ്റ്റ് ഞാൻ നിയോഗം വെച്ചത്. പിന്നീടാണ് ഞാൻ എൻ്റെ ഭൗതിക കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ചോളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഉടമ്പടി 90 ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. എല്ലാവരും നല്ല ഇതായിട്ട് സാധിച്ചു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഉടമ്പടിയിൽ വെക്കാത്ത ഒത്തിരി കാര്യങ്ങളാണ് നടന്നു കിട്ടിയത്. എൻ്റെ ഭർത്താവിന് കുറേ വർഷങ്ങളായിട്ടുണ്ടായിരുന്ന അലർജിയുടെ അസുഖം അത് മാറിക്കിട്ടി. അതെൻ്റെ ഭർത്താവ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നതാണ്. എനിക്ക് 30 വർഷമായിട്ട് തുമ്മലിൻ്റെ ഒരു അലർജിയാണ്. അപ്പം നമുക്ക് വെളുപ്പിന് തന്നെ കുർബാനയ്ക്ക് പോകാനായിട്ട് തടസ്സമുണ്ടായിരുന്നു. അപ്പം ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ നിന്ന ആളാണ് കുർബാനയ്ക്ക്. അപ്പം ഞാൻ ഈ തുമ്മൽ കാരണം മറ്റുള്ളവർക്കൊരു അസ്വസ്ഥത വരണ്ടല്ലോ എന്ന് വിചാരിച്ച് ദൈവമേ ഞാൻ ഏറ്റവും ബാക്കിലേക്ക് വന്ന് അവിടെ കുർബാനയൊക്കെ കൂടി ഇവൾ വന്ന് ഇവിടെ ഉടമ്പടി എടുത്ത് ഞാൻ പിറ്റേ ദിവസം തൊട്ട് എനിക്ക് ഭയങ്കര മാറ്റം. തുമ്മലൊന്നും മഞ്ഞില്ല. കാലത്ത് തന്നെ വെളുപ്പിന് തന്നെ ഇവളെന്നെ 5 മണിക്ക് എനിക്ക് വിളിച്ചെണീപ്പിക്കും. ഞാൻ കുളിക്കും, എന്നിട്ട് പള്ളിയിൽ പോകും. ഞാൻ അവിടെ ചെന്നിട്ട് ഒരു തുമ്മലും വരുന്നില്ല. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ഇത് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ നിന്ന ആളാണ്. അപ്പം വീണ്ടും എനിക്ക് ഫ്രണ്ടിലേക്ക് പോകണമെന്ന്. അപ്പം ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ ആദ്യത്തെ ഇതിനകത്ത് തന്നെ പോയി നിന്നു. അപ്പോൾ ഒരു ചേട്ടൻ എന്നോട് ചോദിച്ചു, അവിടെ വന്ന ചേട്ടൻ ചോദിച്ചു, നീ ഏറ്റവും ബാക്കിൽ നിന്നവൻ ഫ്രണ്ടിലേക്ക് ഇപ്പോൾ കയറി നിൽക്കാണല്ലോ, അതെന്താ കാര്യമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കൃപാസന മാതാവ് ഒരു അനുഗ്രഹം തന്നു. അപ്പോൾ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് എൻ്റെ തുമ്മൽ മാറി കിട്ടി. അതിന് പേരിൽ ഞാൻ എൻ്റെ പഴയ സ്ഥാനത്തേക്ക് എന്നെ വന്നേക്കാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്. കാലത്ത് തന്നെ ഇവളാണ് എനിക്ക് പ്രാർത്ഥിക്കുന്നത് 5 മണിക്ക്. എനിക്കും അപ്പോൾ തന്നെ ആ പ്രാർത്ഥനയിൽ ചെറുതായിട്ട് ഞാൻ കൂടും, എന്നിട്ട് നേരെ പള്ളിയിൽ പോകും. അപ്പം അങ്ങനെ ഒരു ദൈവാനുഗ്രഹം മാതാവ് വഴി എനിക്ക് ലഭിച്ചു. എൻ്റെ ഭർത്താവിന് ലഭിച്ച അനുഗ്രഹത്തിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും അമ്മയുടെ മധ്യസ്ഥതയിലാണ് ഞങ്ങൾ ഇതിനകത്ത് ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നത്. ഈ ദൈവാനുഗ്രഹം എല്ലാം കിട്ടിയത്. അപ്പോൾ അതിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 100,000 നന്ദി പറയുന്നു. പിന്നെ ഞങ്ങൾ ഉടമ്പടിയിൽ വെക്കാത്ത കാര്യം നടന്നത് ഒരു 18 വർഷത്തോളമായിട്ട് ഞങ്ങളുടെ തൊട്ട് മുറ്റത്ത് തന്നെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. ആ പോസ്റ്റ് ഒന്ന് മാറ്റിയിടണമെന്ന് ഞങ്ങൾ വളരെയധികം ആഗ്രഹിച്ചു. പക്ഷെ അതൊന്നും പല കാരണങ്ങളാൽ നടന്നിരുന്നില്ല. അത് പെട്ടെന്ന് തന്നെ മാറ്റിയിടാൻ ആ ആഴ്ചയിൽ തന്നെ അത് മാറ്റിയിടാൻ ഞങ്ങൾക്ക് സാധിച്ചു. പിന്നെ അതിര് കെട്ടി തിരിച്ചിക്കണം എന്ന് ഞാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്നു. ഒത്തിരി വർഷങ്ങളായി ഞങ്ങളുടെ അവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഫോറസ്റ്റിൻ്റെ അടുത്തുള്ള സ്ഥലമാണ്, എപ്പോഴും പാമ്പിൻ്റെയൊക്കെ ശല്യമുള്ള സ്ഥലമാണ്. അപ്പോൾ ഞാനത് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. ആ അതിര് തിരിച്ച് ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അത് ഞാൻ ഉടമ്പടി എടുക്കണേൽ ഒരാഴ്ച മുമ്പേ തുടങ്ങി സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമായിരുന്നു. അങ്ങനെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ പരമായിട്ട് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പൈസ എങ്ങനെയൊക്കെയോ വന്ന് അത് എത്രയും പെട്ടെന്ന് തന്നെ കെട്ടി തീർക്കാൻ സാധിച്ചു. പിന്നെ 3 വർഷത്തോളമായിട്ട് മകള് ജർമ്മനിക്ക് പോകാനായിട്ട് ആഗ്രഹിച്ച് അവൾക്ക് ഒത്തിരി ആഗ്രഹമായിരുന്നു അത് നടക്കണമെന്ന്. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും ചിന്തിച്ചു ഓരോ കാര്യങ്ങൾ ഇൻ്റർവ്യൂ ഒക്കെ നടന്നപ്പോൾ 90 ദിവസത്തിനല്ല ഞങ്ങൾക്കിത് സാധിച്ചു കിട്ടും, ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ തന്നെ എനിക്കിവിടെ സാക്ഷ്യം പറയാനായിട്ട് ഇടയാകും എന്നൊക്കെ വിചാരിച്ചു. അപ്പോഴും ഞാൻ എൻ്റെ മനസ്സിലാഗ്രഹിച്ചു ഇവളെ എന്ന് പോകുന്നു അന്ന് ഇവളെ ഉടമ്പടി എടുപ്പിച്ചിട്ടേ വിടുള്ളൂ എന്ന് ഞാൻ ആഗ്രഹിച്ചായിരുന്നു. അതുപോലെ കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ വന്ന് അവളെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചു. ഞാൻ ഉടമ്പടി പുതുക്കി. അപ്പോൾ ഇനി അവൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും അവൾക്ക് ഇൻ്റർവ്യൂവിന് അവൾ അറ്റൻഡ് ചെയ്യപ്പോൾ ഉണ്ടായ അനുഭവങ്ങളെല്ലാവരും എൻ്റെ മകൾ തന്നെ പറയും. എൻ്റെ പേര് റോസ്മേരി ജെയ്സൺ. ഞാൻ ആദ്യമേ തന്നെ ഇവിടെ എനിക്ക് ഇങ്ങനെ നിൽക്കാൻ അവസരം തന്ന
മാതാവിനും ഈശോയ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ 3 വർഷമായിട്ട് ജർമ്മൻ പഠിക്കുകയാണ്, ജർമ്മനിയിൽ നേഴ്സിങ്ങിന് പോകാനായിട്ട്. പക്ഷെ ഒന്നും അങ്ങോട്ടേക്ക് ശരിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കഴിഞ്ഞ ഇൻടേക്ക് എനിക്ക് മിസ്സായി. കാരണം VFSൻ്റെ ഡേറ്റൊക്കെ എടുത്തതായിരുന്നു, പക്ഷേ എനിക്ക് കോൺട്രാക്റ്റ് ഒന്നും വന്നില്ലായിരുന്നു. അങ്ങനെ എൻ്റെ കഴിഞ്ഞ ഇൻടേക്ക് മിസ്സായി. പക്ഷേ എനിക്ക് അത് കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാരണം എൻ്റെ കൂടെയുള്ള മിക്കവരും തന്നെ ജർമ്മനിയിലേക്ക് കയറിപ്പോയി. പക്ഷേ എന്നിട്ടും ഞാനിവിടെ തന്നെയാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ആൻറ്റി ഇങ്ങനെ നിനക്ക് ഉടമ്പടി എടുക്കാറുന്നില്ലേ, കൃപാസനത്തിൽ പോകാറുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ എനിക്കങ്ങനെ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചാൽ തന്നെ മതിയെന്നുണ്ടോ, എവിടെയായാലും പ്രാർത്ഥിച്ചാൽ പോരെ, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അമ്മച്ചി ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ അമ്മച്ചിയുടെ ഒപ്പം ജസ്റ്റ് ഞാൻ വന്നതാണ്. അന്ന് ഉടമ്പടി ഒന്നും എടുത്തില്ല, അമ്മച്ചി എടുത്തു. പക്ഷേ അമ്മച്ചിയുടെ ഉടമ്പടിക്ക് ശേഷം ഞാൻ അമ്മച്ചിയോടൊപ്പം പ്രാർത്ഥിക്കുകയും എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും ബൈബിൾ വായിക്കുകയും എനിക്ക് കുറേ ആത്മീയതയിലേക്ക് വളരാൻ പറ്റി. എനിക്ക് കുറേ പ്രാർത്ഥിക്കാൻ പറ്റി, എനിക്ക് കുറേ ബൈബിൾ വായിക്കാൻ പറ്റി. അങ്ങനെ എനിക്ക് കുറേ മാറ്റങ്ങൾ വന്നു. പിന്നെ എനിക്ക് മോക്ക് ഇൻ്റർവ്യൂവിന് ഇരുന്നപ്പോൾ അമ്മച്ചി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും എൻ്റെ തലയിൽ തൈലം പൂശുകയും തേൻ നാവിലൊഴിച്ച് തരുകയും അങ്ങനെ ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തായിരുന്നു. പക്ഷേ എന്നാലും ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര പാടായിരുന്നു. മോക്ക് ഇൻ്റർവ്യൂവിൽ നിന്നൊന്നും ഭയങ്കര പാടായിരുന്നു. ഞാൻ പൊട്ടുമെന്ന് തന്നെ വിചാരിച്ചായിരുന്നേ. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ, ആ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഞാൻ ഇനിയും തോറ്റ് കഴിഞ്ഞാൽ ഇനി ഈ ഇൻടേക്ക് മിസ്സാവും. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ കുറേ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് അത്ഭുതം എന്ന് പറയാം, എനിക്ക് ആ ഇൻ്റർവ്യൂ കിട്ടി. അത് എനിക്ക് ഈ മെയിൻ ഇൻ്റർവ്യൂ അവർ ഷെഡ്യൂൾ ചെയ്ത് തന്നു. മെയിൻ ഇൻ്റർവ്യൂവിൽ ഞാൻ വീണ്ടും മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് അപ്പോൾ എനിക്കൊരു ഉറപ്പ് വന്നു. കൃപാസന മാതാവിന് നല്ല ശക്തി ഉണ്ടെന്ന് എനിക്ക് ബോധ്യമായി. അപ്പോൾ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. അങ്ങനെ മെയിൻ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു. മെയിൻ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു, മാതാവ് വേണം എന്നിലൂടെ സംസാരിക്കാൻ. കാരണം എനിക്കൊന്നും അറിയില്ല. എന്നെ മോക്ക് ഇൻ്റർവ്യൂ ചെയ്യിപ്പിച്ചത് മാതാവാണ്. കാരണം എനിക്കൊരു മെറിറ്റും ഇല്ല. അത് ശരിക്കും പറഞ്ഞാൽ ഈശോൻ്റെ അനുഗ്രഹം തന്നെയാണ്. കാരണം ഞാൻ ആ ഇൻ്റർവ്യൂവിൽ ഞാനായിരിക്കില്ല സംസാരിച്ചത്, മാതാവാന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കണത്. കാരണം എൻ്റെ കഴിവുകൊണ്ടല്ല ഞാൻ അത് ജയിച്ചത്. അപ്പോൾ എന്നെ മോക്ക് ഇൻ്റർവ്യൂവിൽ ചെയ്യിപ്പിച്ച മാതാവ് മെയിൻ ഇൻ്റർവ്യൂവിൽ ചെയ്യിപ്പിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മെയിൻ ഇൻ്റർവ്യൂവിൽ മാതാവിനോട് പറഞ്ഞായിരുന്നു, എന്നിലൂടെ മാതാവ് വേണം സംസാരിക്കാൻ. എന്നോട് ആകെ കുറച്ച് ക്വസ്റ്റ്യൻസ് അവർ ചോദിച്ചാൽ മതി, എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ചോദിക്കണമെന്ന്. അങ്ങനെ എന്നെ കറക്റ്റ് അവർ അങ്ങനെ തന്നെ എന്നോട് ചോദിച്ചേ. ആകെ എന്നോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചോളൂ, എന്നോട് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിച്ചോളൂ. അങ്ങനെ അപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായി. അവരെന്നോട് പറഞ്ഞു ജർമ്മനൊക്കെ നല്ലതാണ്. അപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചു, ഞാൻ എന്തായാലും ജയിക്കും. എനിക്ക് മാതാവിൽ നല്ല വിശ്വാസം വന്നു. അങ്ങനെ പിന്നെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്യിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമായി, ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞ് പിന്നെ വിസയ്ക്ക് വെച്ചപ്പോൾ എനിക്ക് കുറേ തടസ്സങ്ങൾ വന്നു. ഇവിടെ ഞാൻ അന്ന് അമ്മച്ചി ഇവിടെ സാക്ഷ്യം പറയാൻ വരുമ്പോൾ ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. പക്ഷേ എൻ്റെ ഒന്നും അങ്ങോട്ടേക്ക് ശരിയാവണ്ടായിരുന്നില്ല. വിസയ്ക്ക് വെച്ചപ്പോഴും എൻ്റെ ആദ്യത്തെ വിസ VFS ഡേറ്റ് എടുത്തിട്ട് അന്ന് എൻ്റെ കോൺട്രാക്റ്റ് വന്നില്ല. അത് കഴിഞ്ഞ് വീണ്ടും രണ്ടാമത് വിസ വയ്ക്കായിരുന്നു. അത് ജനുവരി 8-ാം തീയതിയാണ് വിസ വെച്ചത്. അപ്പോൾ എനിക്കാണെങ്കിൽ ഫെബ്രുവരി 1-ാം തീയതി അവിടെ ജോയിനിങ് ഡേറ്റ് കോൺട്രാക്റ്റിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇത്രയും ദിവസം കൊണ്ട് വിസ വരുമെന്ന് എനിക്കറിയില്ല. കാരണം ആകെ കുറച്ച് സമയമുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഇങ്ങനെ അവരുടെ ഇൻടേക്ക് മാറ്റി വെച്ചു, ആകെ കുറച്ച് സമയമുള്ളതുകൊണ്ട്. അപ്പോൾ എൻ്റെ ഇനി അങ്ങനെ സംഭവിക്കുമെന്ന് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അമ്മച്ചിയുടെ ഒപ്പം കഴിഞ്ഞ ആഴ്ച 22-ാം തീയതി ജനുവരി വന്നിട്ട് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് മെയിൽ വന്നു, ഇത് അപ്രൂവായി, മെയിൽ അവിടെ നിന്ന് ഡിസ്പാച്ചായി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഇത് വന്നു. ഇന്നലെ ഉച്ചയോട് കൂടി എനിക്ക് വിസ കയ്യിൽ കിട്ടി. ഇന്നലെ തന്നെ ടിക്കറ്റ് എടുത്തു. നാളെ ഞാൻ രാവിലെ പോവാണ് ജർമ്മനിക്ക്. 7:50-ൻ്റെ ഫ്ലൈറ്റാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, എനിക്ക് ആദ്യത്തെ മെയിൻ ഇൻ്റർവ്യൂ ഒരു ദിവസമായിരുന്നു. അന്ന് എനിക്ക് ആ മെയിൻ ഇൻ്റർവ്യൂ നടന്നില്ല. അന്ന് ഞാൻ വിചാരിച്ചു ആ മെയിൻ ഇൻ്റർവ്യൂ എന്തിനായിരിക്കും മാറ്റി വെച്ചാൽ, അതങ്ങോട്ട് നടന്നു പോയായിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് സമാധാനമായിട്ടിരിക്കാമായിരുന്നു. പക്ഷെ പിന്നെയാണ് മനസ്സിലായി അത് എന്തിനാണ് മാറ്റി വെച്ചതെന്ന്. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തൊരു മരണം നടന്ന കാരണം അവിടെ മൊത്തം ഒച്ചപ്പാടും ഇതൊക്കെയായിരുന്നു, ഭയങ്കര ഒച്ചയൊക്കെയായിരുന്നു. അപ്പോൾ ഞാൻ ഏജൻസിയിൽ പോയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നത്. അപ്പോൾ ഞാൻ സാധാരണ വീട്ടിലിരുന്നാണ് അറ്റൻഡ് ചെയ്യണേ. വീട്ടിലിരിക്കുമ്പോൾ ആ ഒരു സമാധാനവും ആ ഒരു കംഫർട്ടൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ എന്നിട്ട് ഞാൻ ഏജൻസിയിൽ പോയിട്ടിരുന്ന് അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ അന്ന് അവരുടെ ജർമ്മനിയിൽ അവിടുത്തെ ആ ഇൻ്റർവ്യൂ അവിടെ മാറ്റി വെച്ചു.
അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് ഏജൻസിയിലിരുന്ന് അറ്റൻഡ് ചെയ്തു. പക്ഷെ അവൾക്ക് ഭയങ്കര പാടായിരുന്നു. കാരണം അവളോട് ആ ഏജൻസിയിലിരുന്നപ്പോൾ അവിടെ ഇരിക്കുന്ന സാധനങ്ങളുടെ ഇതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അതൊക്കെ എന്നോട് എങ്ങാനും ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ പൊട്ടിയേനെ. എനിക്ക് അത് ജയിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിശ്വസിക്കണേ മാതാവാണ് എന്നെ ആ ഇൻ്റർവ്യൂ വേറൊരു ദിവസത്തേക്ക് ആക്കുകയും എനിക്കത് ജയിക്കാൻ പറ്റിയത് മാതാവിൻ്റെ ഒരു കൃപ കൊണ്ട് മാത്രമാണ്, ഈശോ എന്നെ അനുഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അമ്മച്ചി എനിക്ക് വേണ്ടി ഇൻ്റർവ്യൂവിന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ 1 പറയുന്ന സംഖ്യ എപ്പോഴും മനസ്സിൽ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ എന്നോട് അമ്മച്ചി പറഞ്ഞു, എന്താണോ റോസ് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ 1 പറയുന്ന സംഖ്യ വന്നിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഒരാൾ ജയിക്കുമെന്നോ അല്ലെങ്കിൽ 1-ാം തീയതി ആണ് ഇൻ്റർവ്യൂന്നോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചായിരുന്നേ. പക്ഷേ പിന്നെ മനസ്സിലായി എൻ്റെ കോൺട്രാക്റ്റിൽ അവിടെ ജോയിനിങ് ഡേറ്റ് തന്നേക്കുന്നത് ഫെബ്രുവരി 1-ാം തീയതിയാണ്. അപ്പോൾ അതങ്ങനെ മനസ്സിലായി. പിന്നെ അമ്മച്ചി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ വിസയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ 23 എന്ന് പറയുന്ന ഒരു സംഖ്യ അമ്മച്ചിയുടെ മനസ്സിൽ വന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ജനുവരി 23-ാം തീയതി എനിക്ക് വിസ വരുമായിരിക്കും എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇരുന്നു. പക്ഷെ അന്ന് ഒന്നും സംഭവിച്ചില്ല. അപ്പം ഞങ്ങളിങ്ങനെ വിചാരിക്കാം അമ്മച്ചി ഇന്നലെയും കൂടി എന്നോട് ചോദിച്ചോളൂ അതെന്തായിരിക്കും റോസ് ഈ 23-ാം തീയതി എന്നിട്ട് ഒന്നും സംഭവിച്ചില്ലല്ലോ, പിന്നെ എന്തിനായിരിക്കും മാതാവ് എനിക്ക് അങ്ങനെ കാണിച്ചു തന്നേന്ന്. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് വിസ വെച്ചപ്പോൾ തൊട്ട് ഇന്നലെ വരെയുള്ള ഡേറ്റ് ഞാൻ എണ്ണി നോക്കിയപ്പോഴാണ് കറക്റ്റ് 23-ാമത്തെ ദിവസം. കാരണം ഞാൻ ജനുവരി 8-ാം തീയതി വെച്ചു, എനിക്ക് വിസ ഇന്നലെ ഉച്ചയ്ക്ക് കിട്ടി. കറക്റ്റ് 23 ദിവസമായപ്പോൾ എനിക്ക് വിസ കയ്യിൽ കിട്ടി. അത് മാതാവിൻ്റെ വലിയൊരു വെളിപ്പെടുത്തലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഞങ്ങളിവിടെ 7-ാം തീയതി ഡിസംബർ 7-ാം തീയതി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസം വന്ന് ഇവിടെ പാസ്പോർട്ട് വെച്ച് മാതാവിൻ്റെ രൂപത്തും വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ഇവിടെ ഒരു 5 മണിക്കൂറോടെ ഞങ്ങൾ നിന്നായിരുന്നു. അതും ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹത്തിന് കാരണമായി. ഒരുപാട് നന്ദിയുണ്ട്. ഈ അനുഗ്രഹമൊക്കെ തന്ന ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ ഒരു കാര്യം കൂടി, അവൾക്ക് ഫെബ്രുവരി 1-ാം തീയതിയാണ് അവിടെ കയറണമെന്ന് പറഞ്ഞിരുന്നെങ്കിലും 1-ാം തീയതി അവിടെ ചെല്ലണം, 3-ാം തീയതി ക്ലാസ് തുടങ്ങുള്ളൂ. അപ്പോൾ 2 ദിവസം കൂടി ഞങ്ങൾക്ക് നീട്ടി കിട്ടി. അതുകൊണ്ടാണ് നാളെ രാവിലത്തെ ഫ്ലൈറ്റിന് പോയിട്ട് അവിടെ ചെന്ന് കയറാനായിട്ടുള്ള സൗകര്യം അതും മാതാവ് നേരത്തെ തന്നെ ഞങ്ങൾക്ക് ഒരുക്കി വെച്ചിരുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ ഈശോയിൽ നിന്ന് വാങ്ങി തന്ന ഈ പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും 100,000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുന്ന് ചെയ്യണത്, ഞാൻ ഉടമ്പടി എടുത്ത് എല്ലാ മാസവും തന്നെ ഇവിടെ വന്നു എന്ന് തന്നെ പറയാം. 3 മാസം ഇവിടെ വന്നു. ഇതിൻ്റെ പത്രിക ഇത് മേടിച്ചുകൊണ്ട് പോകും, കൃപാസന പത്രം മേടിച്ചുകൊണ്ട് പോകുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ജോലിക്കൊന്നും പോവാത്തത് കൊണ്ട് ഞങ്ങൾ കുടുംബമായിട്ടാണ്, ഭർത്താവാണ് പത്രം കൊടുക്കണത്. ഞങ്ങൾ തന്നെ ഒരുമിച്ചാണ് ഉടമ്പടി എടുത്തതാണ്. അപ്പോൾ ഭർത്താവ് എല്ലാ പത്രവും കൊണ്ട് കൊടുക്കും. പിന്നെ ഉടമ്പടി പുതുക്കി ഇപ്പോൾ കിട്ടിയ പത്രവും കൊടുത്ത് തീർന്നിടതേ ഉള്ളൂ. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഉടമ്പടി പുതുക്കിയത്. അപ്പം ഇനി 2-3 കൂടി അതിനകത്ത് ബാക്കിയുള്ളൂ, അത് കൊടുക്കണം. പിന്നെ ഞങ്ങളോട് ചോദിക്കുന്നവർക്ക് നമ്മളെ കൊണ്ട് കഴിയണ സഹായങ്ങൾ ഒക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ ഭക്ഷണപ്പൊതി ഒരു പ്രാവശ്യം അങ്ങനെ കൊണ്ടു കൊടുത്തു. പിന്നെ അവിടെ അടുത്ത് ഒരു മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറച്ച് പേര് താമസിക്കുന്നുണ്ട്, സിസ്റ്റേഴ്സ് നടത്തണേ. അവിടെ കൊണ്ടുപോയിട്ട് ഒരു ദിവസം ഭക്ഷണം കൊടുത്തായിരുന്നു. പിന്നെ ഞാൻ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂട്ടാറുണ്ട്. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ വലിയ സ്പീക്കറൊക്കെ മേടിച്ച് വെച്ചിട്ടാണ് അവിടെ സാക്ഷ്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കണേ. അങ്ങനെ ചൊവ്വാഴ്ചയിൽ ഉടമ്പടി പ്രാർത്ഥനയും എല്ലാം മുടങ്ങാണ്ട് ഞങ്ങൾ കൂടുന്നുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്ക് 100,000 നന്ദി. ഞങ്ങൾക്ക് മാധ്യസ്ഥം തന്ന പരിശുദ്ധ അമ്മയ്ക്ക് 100,000 നന്ദി പറയുന്നു. ആത്മീയ ജീവിതമായിട്ട് ഞാൻ ഡെയിലി കുർബാനയ്ക്ക് പോകാനായിട്ടൊക്കെ അങ്ങനെ ഇത് മടിയായിരുന്നു. ഇപ്പോൾ എല്ലാ ദിവസവും തന്നെ കുർബാനയ്ക്ക് പോകണു. പിന്നെ വെളുപ്പിനൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ട്. കൊന്ത ചെല്ലാനും അങ്ങനെ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുന്നുണ്ട്. അങ്ങനെ നിത്യാരാധനയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റണു. അങ്ങനെ ഒരുപാട് ആത്മീയമായിട്ട് ഞങ്ങൾ ഈശോ വളർത്തി. അതിനും ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും 100,000 നന്ദി പറയുന്നു. അവിടുന്ന് എൻ്റെ സഹായമാണ്. അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ ആനന്ദിക്കും. എൻ്റെ ആത്മാവ് അങ്ങയോടൊട്ട് ചേർന്നിരിക്കുന്നു. അങ്ങയുടെ വലത് കൈ എന്നെ താങ്ങി നിർത്തുന്നു. സങ്കീർത്തനം 63, 7-8 വചനങ്ങളാണ്. ദൈവത്തിൻ്റെ സ്നേഹവും സംരക്ഷണവും നമ്മുടെ കൂടെ എപ്പോഴുമുണ്ട്. സുരക്ഷയുടെ ഉറപ്പിൽ നിന്നാണ് നമ്മുടെ വിശ്വാസം, നമ്മുടെ സ്നേഹം, നമ്മുടെ ദൈവാനുഗ്രഹങ്ങളെല്ലാം മുന്നോട്ട് നയിക്കുന്നത്. പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും വരുമ്പോഴൊക്കെ എത്രമാത്രം ജീവിതത്തിലുണ്ടായാലും ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ വിശ്വസ്തയോടെ ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ
എല്ലാ പ്രതിബന്ധങ്ങളും മാറി നല്ലൊരു വഴി കാണിച്ചു തരികയാണ് ഈശോയും അമ്മയും കൂടെ. ആ ചിറകിൻ കീഴിൽ നമുക്ക് ആനന്ദിക്കാനുള്ള ഒരു വഴി ഒരുക്കി തരികയാണ് ഈശോയും അമ്മയും ഉടമ്പടി ജീവിതം നയിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ. ദൈവത്തോടുള്ള ഉറച്ച ബന്ധമാണ് നമ്മളിൽ നിന്ന് ഈശോ ആഗ്രഹിക്കുന്നത്. അമ്മയുടെ സ്നേഹമുള്ള സംരക്ഷണത്തിൻ്റെ പ്രതീകമാണ് നമ്മുടെ ഉടമ്പടിയിലുള്ള വിശ്വസ്തത. ചിറകിൻ്റെ കീഴിൽ അമ്മ തൻ്റെ മക്കളെ തൻ്റെ മാധുര്യമുള്ള സാന്നിധ്യത്തിലാണ് ഒളിപ്പിച്ചിരിക്കുന്നത്. ആ ചിറകിൻ കീഴിലാണ് നമ്മളെ ഓരോരുത്തരെയും ഈശോയുടെ അരികിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ എന്തു വന്നാലും ഭയമില്ലാതെ ഈശോയിലും അമ്മയുടെയും കരം പിടിച്ച് നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നത്. നമ്മുടെ ആത്മാവിൻ്റെ കൂടെയാണ് ഈശോയും അമ്മയും ചേർന്ന് നിൽക്കുന്നത്. മാതാവിനോട് ദൈവത്തോടുള്ള സ്നേഹവും പോലെയാണ് ഈശോയെ നമ്മളെ ചേർത്ത് വയ്ക്കുന്ന ഈശോ നമ്മളെ ചേർത്ത് വയ്ക്കുന്നു. അമ്മ നമ്മളെ ഈശോയോട് ചേർത്ത് വയ്ക്കുന്നു. ജീവിത ഭാരങ്ങളിൽ തളരുമ്പോൾ നമ്മുടെ വിശ്വാസം കൈവിടാതെ ഭക്തിയോടെ സ്നേഹത്തോടെ ഈശോയുടെയും അമ്മയുടെയും കരങ്ങൾ പിടിച്ചുകൊണ്ട് ആ ചിറകിൻ കീഴിൽ നമുക്കും ആനന്ദം കണ്ടെത്താം. ഈശോയുടെയും അമ്മയുടെ സ്നേഹം അടുത്തറിഞ്ഞ ഒരു നല്ലൊരു സാക്ഷ്യമാണ് ഈ മക്കളിപ്പോൾ നമ്മൾ ഷെയർ ചെയ്തത് ഷിജി ജെയ്സനും കുടുംബവും. ഒരു കാര്യം പ്രത്യേകമായി ഈ മകൾ പറഞ്ഞത് നമ്മളെ ഒത്തിരി ആകർഷിക്കുന്നതാണ്. ഏറ്റവും ആദ്യം നിയോഗമായി വെച്ചത് സ്വന്തം കാര്യങ്ങളല്ല, മറിച്ച് പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുവാനും നല്ലൊരു ഉടമ്പടി ജീവിതം നയിക്കുവാനുമുള്ള ഒരു അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഈ മകൾ ആദ്യമായിട്ട് ഉടമ്പടിയിലുള്ള ആദ്യം നിയോഗം വെച്ചത്. മറ്റ് ഭൗതിക കാര്യങ്ങൾ എത്രയൊക്കെ ഉണ്ടെങ്കിലും ആദ്യമായി വെച്ചത് ഈ വരുന്ന 90 ദിവസത്തെ ഉടമ്പടി ജീവിതം ഭക്തിയോടെ നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്നുള്ള നിയോഗമാണ് ഈ മകൾ ഉടമ്പടിയിൽ വെച്ചത്. അതുപോലെ തന്നെയാണ് നമ്മൾ കാണുന്നതും ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്. ആ ഉറച്ചു നിൽക്കുന്ന ആ ആഗ്രഹം ആഗ്രഹിച്ചപ്പോൾ തന്നെ ഈശോയും അമ്മയും ഇവരുടെ കൂടെ അങ്ങ് കടന്നു ചെല്ലുന്നതായിട്ടാണ്. 30 വർഷത്തോളം തുമ്മലുണ്ടായിരുന്ന അലർജി എത്രയും പെട്ടെന്ന് ഉടമ്പടി എടുത്ത ഉടനടിയാണ് ഈശോയും അമ്മയും ആ രോഗസൗഖ്യം കൊടുത്തത്. പിന്നെ മുറ്റത്തുണ്ടായിരുന്ന ഒരു പോസ്റ്റ് 18 വർഷത്തോളം വളരെ ബുദ്ധിമുട്ടി അതൊന്ന് മാറ്റുവാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ഉപ്പ് ഉപയോഗിച്ചു പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണം ചൊല്ലി അതിനുശേഷം ആ മുറ്റത്തുണ്ടായിരുന്ന പോസ്റ്റ് ഒന്ന് മാറ്റുവാൻ സാധിച്ചു. 3 വർഷമായിട്ട് മകൾ ജർമ്മനിയിൽ പോകാൻ ആഗ്രഹിച്ചു. ഉടമ്പടിയിൽ വെച്ച് നിയോഗമായി സമർപ്പിച്ചു. പിന്നീട് മകൾ തന്നെ വന്ന് പ്രാർത്ഥിച്ചു. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ് ഈ മകൾ പറഞ്ഞത്. എൻ്റെ മെറിറ്റിലല്ല, ഈശോയുടെയും അമ്മയുടെയും കൃപ കൊണ്ടാണ് എനിക്ക് ജർമ്മനിക്ക് പോകാനായിട്ട് സാധിച്ചത്. ഉടമ്പടി ജീവിതം നയിച്ച ഉടനെ ഉടമ്പടി എടുത്ത ഉടനെയാണ് ഈ മകൾക്ക് ആ ലാസ്റ്റ് മെയിൽ വന്നത്. അമ്മയുടെ കൃപയാണ് എന്ന് എപ്പോഴും ഈ മകൾ പറഞ്ഞു. പിന്നീടാണ് സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ്. നമ്മൾ ഓരോ പ്രാവശ്യം നമ്മുടെ ജീവിതത്തിൽ ഓരോ ഡേറ്റും സമയവും കൃത്യമായിട്ട് നമ്മൾ കാണിച്ചു തരും. ഏതെങ്കിലും രീതിയിൽ ഈ മകൾ പ്രാർത്ഥിച്ചപ്പോഴും 1 23 ഇങ്ങനെ ഓരോ നമ്പറുകൾ കാണിച്ചു. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഘടികാരം നെഞ്ചിലേന്തിയാണ് ഈ ആലയത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും സമയങ്ങളും ഡേറ്റുകളും ഒക്കെ കാണിച്ചു തരുമ്പോൾ അത് തിരിച്ചറിയാനുള്ള കഴിവ് ഈ മകൾക്കുണ്ടായി. 1 കാണിച്ചു. ഫെബ്രുവരി 1 തീയതിയാണ് ഈ മകൾ പോകുന്നത്. 23 ദിവസമാണ് വിസ ലഭിച്ചതും. അത് അടുത്തറിഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു അനുഗ്രഹമാണ് ഈ മകൾക്ക് കൊടുത്തത്. പിന്നെ പ്രത്യേകം ഒരു കാര്യം, ഈ കുടുംബം ഒന്നിച്ചു നിന്നാണ് ഉടമ്പടി ജീവിതം നയിക്കുന്നത്. മക്കളും അച്ഛനും അമ്മയും എല്ലാവരും ഒന്നിച്ച് കുടുംബത്തോടെയാണ് പ്രേക്ഷിത പ്രവർത്തനം ചെല്ലുന്നത്. അവിടെ ഒരു നല്ലൊരു വിശ്വാസ കൈമാറ്റമുണ്ട്. വിശ്വാസം മറ്റുള്ളവർക്ക് പങ്കുവെക്കുക മാത്രമല്ല, സ്വന്തം കുടുംബത്തിലാണ് ആദ്യം പങ്കുവെക്കുന്നത്, എന്നിട്ടാണ് മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെക്കുന്നത്. കുടുംബം മുഴുവനും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുകയാണ്. ഈശോയുടെയും അമ്മയിൽ നിന്ന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയാണ്. അറിയാത്തവരെ അറിയിക്കുവാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമുള്ള ഇവരുടെ ശ്രമം എല്ലാം ദൈവം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഈ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും ഈശോ ഓരോന്നോരോന്നായി കൊടുക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും നമുക്കും ഈശോയുടെയും അമ്മയുടെയും ചിറകിൻ കീഴിൽ അഭയം പ്രാപിക്കാം. ഉടമ്പടി ജീവിതം ഭക്തിയോടെ വിശ്വസ്തയോടെ നമുക്ക് നയിക്കാം. ഷിജി ജെയ്സനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.